ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അക്കാഡമീസ് ഡിഫൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ സ്റ്റാറ്റിക് ജി കെയുമായിട്ട് ബന്ധപ്പെട്ട് ഡിഫൻസിൽ എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യേണ്ടായിരുന്നത്? നമ്മുടെ ഇന്ത്യയുടെ ആർമഡ് ഫോഴ്സസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിൽ തന്നെ നമ്മൾ ആദ്യത്തെ കാര്യമായിട്ടുള്ള ഇന്ത്യൻ ആർമിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു അല്ലേ. നമ്മുടെ ഇന്ത്യൻ ആർമിയുമായിട്ട് ബന്ധപ്പെട്ട് ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ ഇന്ത്യയുടെ ആർമഡ് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ വിഭാഗത്തിലേക്ക് കടക്കുകയാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ നേവി അല്ലേ. ഇന്ത്യൻ നേവിയെ കുറിച്ചിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതിനുശേഷം ഇന്ത്യൻ നേവിയുടെ ഹിസ്റ്ററി, നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു ഇന്ത്യൻ നേവിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ഹിസ്റ്ററി, അതുപോലെ തന്നെ വാർഷിപ്പ്. പ്രധാനമായിട്ട് എന്താണ് ഇന്ത്യൻ നേവി പറയുന്ന സമയത്ത് നമ്മൾ വാർഷിപ്പ്, അതുപോലെ തന്നെ സബ്മറൈനെ കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ പറയാനല്ലേ. അതിൽ തന്നെ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ, INS വിരാട്, അതുപോലെ INS വിക്രാന്ത്, INS വിക്രമാദിത്യ, അത്തരത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നതുമായിരിക്കും. സോ ഈ ഒരു ക്ലാസ്സിൽ എന്താണ് ഇന്ത്യൻ നേവിയെ കുറിച്ചിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. സോ നമ്മുടെ ഇന്ത്യൻ നേവിയുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. അതിനുശേഷം നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രത്തിലേക്കൊക്കെ പോവാം അല്ലേ. സോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി ഞാൻ ഇന്ത്യൻ ആർമിയെ കുറിച്ച് പറഞ്ഞ സെയിം കാര്യം ഇവിടെയും പറയാനുണ്ട്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആസ് ഇറ്റ്സ് സുപ്രീം കമാൻഡർ. നമ്മുടെ ഇന്ത്യൻ നേവിയുടെ സുപ്രീം കമാൻഡർ ആരാണോ ഇന്ത്യൻ പ്രസിഡന്റ്, അദ്ദേഹമായിരിക്കും സുപ്രീം കമാൻഡർ. നിലവിൽ ആരാണ്? ദ്രൗപദി മുർമു ആണല്ലേ. ചിലപ്പോൾ പേര് തന്നു കഴിഞ്ഞാൽ ആരാണ് പ്രസിഡന്റ് എന്ന രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. ദ്രൗപദി മുർമു ആണ് നിലവിൽ നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ദ്രൗപദി മുർമു ആയിരിക്കും ഇന്ത്യൻ നേവിയുടെ സുപ്രീം കമാൻഡർ. ഇനി ഇന്ത്യൻ നേവിയുടെ മോട്ടോ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഇത്തരത്തിൽ എന്താണ് മാച്ച് ദ ഫോളോയിങ് എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ട് നേവി, ആർമി, എയർഫോഴ്സിനൊക്കെ മോട്ടോ തന്നിട്ട് എന്താണ് നമുക്ക് കൃത്യമായിട്ട് അത് മാച്ച് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ടല്ലേ. ആ രീതിയിൽ ഇന്ത്യൻ നേവിയുടെ മോട്ടോ ചോദിച്ചാൽ നമ്മുടെ ഉത്തരം എന്താണ്? ഷാംനോ വരുണ എന്നാണ്. ഷാംനോ വരുണ എന്നതാണ് ഇന്ത്യൻ നേവിയുടെ മോട്ടോ. ആ ഒരു മോട്ടോ ഇന്ന് എടുത്ത് തന്നെ പഠിച്ചു വയ്ക്കണം. അത് പരീക്ഷയിലെ ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. Some of the earliest operation of the Indian Navy includes its contribution in liberating Goa from Portugal in 1961. അതായത് ഇന്ത്യൻ നേവി നമ്മുടെ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലെ ഇന്ത്യൻ നേവിയുടെ ആദ്യത്തെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ആദ്യത്തെ എൻഗേജ്മെൻറ്റ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ 1961 ഗോവ ലിബറേഷനാണ്. പോർച്ചുഗീസുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ബ്രിട്ടീഷുകാർ പോയെങ്കിൽ പോലും എന്താണ് പോർച്ചുഗീസ് അധീനതയിൽ നിന്നും ഗോവ മോചിതരായിരുന്നില്ല അല്ലേ. സോ ആ ഒരു ഗോവയെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ആർമിയുമായിട്ട് ബന്ധപ്പെട്ടും പറഞ്ഞിട്ടുണ്ട്. ആർമി മാത്രമല്ല, ഇതിൽ നമ്മുടെ നേവിയും ഭാഗമായിട്ടുണ്ട്. സോ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ നമ്മുടെ നേവിയുടെ ആദ്യത്തെ പ്രധാനപ്പെട്ട അസൈൻമെന്റ് ഏതായിരുന്നു? 1961 ഈ ഒരു ഗോവയെ പോർച്ചുഗലിൽ നിന്നും സ്വതന്ത്രരാക്കുക എന്ന ഒരു ദൗത്യമായിരുന്നു അല്ലേ. ഇത് നമുക്ക് ആ ഒരു ഹിസ്റ്ററി പറയുന്ന സമയത്തും ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇനി നേവി ഡേ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന എന്താണ്? നേവി ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ 4th December ഓഫ് എവറി ഇയർ. എല്ലാ വർഷവും ഡിസംബർ 4-ാം തീയതിയാണ് നമ്മൾ നേവി ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഈ ഒരു നേവി ഡേ ആയിട്ട് ഈ ഒരു ദിനം നമ്മൾ ആചരിക്കാനുള്ള കാരണം എന്താണ്? നേവി ഡേ സെലിബ്രേറ്റഡ് ടു commemorate the attack on Karachi Harbour during the Indo-Pakistan War on December 4, 1971 by the Indian Naval Missile Boat. എന്താണ് ഇന്ത്യ പാകിസ്ഥാൻ വാർ? 1971 ഇന്ത്യ പാകിസ്ഥാൻ വാർ നടന്ന സമയത്ത് കറാച്ചി ഹാർബറിൽ നമ്മുടെ ഇന്ത്യയുടെ നേവൽ മിസൈൽ ബോട്ട്സ് അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിക്ടറി അല്ലെങ്കിൽ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ പിന്നീടുള്ള വർഷങ്ങളിൽ ഡിസംബർ 4 എന്ന് പറയുന്ന തീയതി നേവി ഡേ ആയിട്ട് ആചരിച്ചിട്ടുള്ളത്. എന്താണ്? 1971 ഇന്ത്യ പാകിസ്ഥാൻ വാർ നടന്ന കാര്യമൊക്കെ നമ്മൾ ഇന്ത്യയുടെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയുടെ ചരിത്രത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ. സോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കറാച്ചി ഹാർബർ അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ നേവൽ മിസൈൽ ബോട്ട്സ് ഉപയോഗിച്ചിട്ട്. സോ ഈ ഒരു ഡേറ്റ് എന്ന് പറഞ്ഞാൽ 1971 ഡിസംബർ 4-ാം തീയതിയാണ് ഈ ഒരു അറ്റാക്ക് നടന്ന ഡേറ്റ്. സോ ആ ഒരു ഡേറ്റിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് പിന്നീട് അങ്ങോട്ട് നമ്മൾ ഡിസംബർ 4-ാം തീയതി നേവി ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. ആ രീതിയിലൊന്ന് ഓർത്തു വെക്കണം. ഇനി ഈ ഒരു കറാച്ചി ഹാർബർ അറ്റാക്കിൽ പങ്കെടുത്ത ഇന്ത്യൻ ഷിപ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ INS നിപാത്ത്, അതുപോലെ INS നിർഘട്ട്, അതുപോലെ INS വീർ. ഈ 3 ഷിപ്സും ഒന്ന് ഓർത്തു വെക്കണം. INS എന്ന് പറയുന്നത് ഇന്ത്യൻ നേവൽ ഷിപ്പ് എന്നാണ്. INS നിപാത്ത്, അതുപോലെ INS നിർഘട്ട്,
INS വീർ. ഈ 3 ഷിപ്പും 1971 ഡിസംബർ 4 നടന്ന കറാച്ചി ഹാർബർ അറ്റാക്കിൽ പങ്കെടുത്തുള്ള ഷിപ്സ് ആണെന്ന രീതിയിലൊന്ന് ഓർത്തു വെക്കണം. INS നിഭാത്ത്, INS നീർഘട്ട് ആൻഡ് INS വീർ പ്ലേഡ് എ പിവറ്റൽ റോൾ ഇൻ ദ attack. Okay, the 17th century Maratha Emperor Chhatrapati Shivaji Maharaj is considered as the father of Indian Navy. എന്താണ് ഇന്ത്യൻ നേവിയുടെ പിതാവ് എന്ന രീതിയിൽ അറിയപ്പെടുന്നത് 17ാമത്തെ നൂറ്റാണ്ടിലെ മറാത്ത എംപറർ, ഗ്രേറ്റസ്റ്റ് എമംഗ് ദ മറാത്ത എംപറേഴ്സ് എന്ന രീതിയിലൊക്കെ അറിയപ്പെടുന്ന ഛത്രപതി ശിവജി മഹാരാജ് അല്ലേ. അദ്ദേഹത്തിൻ്റെ മറാത്ത റൂളറായുള്ള ശിവജി മഹാരാജിനെയാണ് ഫാദർ ഓഫ് ദ ഇന്ത്യൻ നേവി എന്ന രീതിയിൽ നമ്മൾ വിളിക്കുന്നത്. ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്തു വെക്കണം. അദ്ദേഹമാണ് ആ ഒരു മറാത്ത എംപയറിൻ്റെ കാലഘട്ടത്തിലാണ് കൂടുതലായിട്ട് നമ്മുടെ ഇന്ത്യൻ നേവിയുമായിട്ട് ബന്ധപ്പെട്ട വളർച്ചയ്ക്ക് സഹായകമായിട്ട് നിന്നത്. അതുകൊണ്ട് തന്നെ ഫാദർ ഓഫ് ദ ഇന്ത്യൻ നേവി എന്നറിയപ്പെടുന്നത് ആരാണ്? മറാത്ത എംപറായിട്ടുള്ള ഛത്രപതി ശിവജി മഹാരാജാണ്. അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്തു വെക്കണം. ഇനി നമ്മുടെ ഇന്ത്യൻ നേവൽ സ്റ്റാഫിൻ്റെ ആദ്യത്തെ ചീഫായിട്ട് വന്ന ഇന്ത്യക്കാരൻ ആരാണെന്ന രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. ആരാണത്? RD കത്താരിയാണ്. ഓക്കെ, RD കത്താരി വാസ് അപ്പോയിന്റഡ് ആസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ചീഫ് ഓഫ് ദ നേവൽ സ്റ്റാഫ്. നേവൽ സ്റ്റാഫിൻ്റെ ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ടുള്ള ചീഫ് ആരാണ്? RD കത്താരിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഓർത്തു വെക്കണം. അതുപോലെ കറണ്ട് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് എന്ന് പറയുന്നത് അഡ്മിറൽ R ഹരികുമാറാണ്. മലയാളിയായിട്ടുള്ള അഡ്മിറൽ R ഹരികുമാറാണ്. അതും പരീക്ഷയുള്ള ചോദ്യങ്ങളായിട്ട് എന്തായാലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതിനു മുൻപുണ്ടായിരുന്ന കരംബീർ സിംഗിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് തവണ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് പഠിച്ചു വയ്ക്കാൻ വേണ്ടി കോട്, കടൽ, കര എന്ന രീതിയിലൊക്കെ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ആരാണ്? നമ്മുടെ മലയാളിയാണ്. വളരെ സിമ്പിളായിട്ട് ഓർത്തു വയ്ക്കാൻ പറ്റും. മലയാളിയായിട്ടുള്ള അഡ്മിറൽ R ഹരികുമാറാണ് നിലവിലെ നേവൽ സ്റ്റാഫിൻ്റെ ചീഫ്. അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ ആ രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വയ്ക്കണം. അഡ്മിറൽ ഈസ് എ 4-star നേവൽ ഫ്ലാഗ് ഓഫീസർ റാങ്ക് ഇൻ ദ ഇന്ത്യൻ നേവി. എന്താണ്? ഇന്ത്യൻ നേവിയിലെ 4-star ഫ്ലാഗ് ക്യാരി ചെയ്യുന്ന ഓഫീസറാണ്. 4-star ഓഫീസർ റാങ്കിൽ വരുന്ന ആളെയാണ് അഡ്മിറൽ എന്ന രീതിയിൽ വിളിക്കുന്നത്. ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്തു വെക്കണം. ഇറ്റ് ഈസ് എ ഹയസ്റ്റ് ആക്റ്റീവ് റാങ്ക് ഇൻ ദ ഇന്ത്യൻ ആർമി. ഇന്ത്യൻ ആർമിയിലെ ഹയസ്റ്റ് ആക്റ്റീവ് റാങ്ക് ഏതാണ്? അഡ്മിറൽ എന്ന് പറയുന്ന ഈ ഒരു റാങ്ക് ആണല്ലേ. അതുപോലെ ദ INS കുരുസുര സബ്മറൈൻ മ്യൂസിയം അറ്റ് RK ബീച്ച് വിശാഖപട്ടണം ഇസ് ദ first submarine turned into museum in the whole Asia and whole of Asia and second in the world. അതായത് ലോകത്ത് തന്നെ രണ്ടാമതും അതുപോലെ ഏഷ്യയിൽ ആദ്യമായിട്ടും എന്താണ് ഒരു സബ്മറൈൻ പിന്നീട് ഒരു മ്യൂസിയമായിട്ട് മാറിയിട്ടുണ്ട്. അതേതാണ്? INS കുരുസുര സബ്മറൈനാണ്. ഓർത്തു വെക്കണം. ലോകത്ത് രണ്ടാമതും ഏഷ്യയിൽ ആദ്യമായിട്ടും ഒരു സബ്മറൈൻ എന്താണ് ഒരു മ്യൂസിയമായിട്ട് മാറിയിട്ടുണ്ട്. ഈ നേട്ടം സ്വന്തമാക്കിയത് INS കുരുസുറയാണ്. INS കുരുസുറ സബ്മറൈൻ മ്യൂസിയം അറ്റ് RK ബീച്ച് വിശാഖപട്ടണം. വിശാഖപട്ടണത്തെ RK ബീച്ചിൽ വരുന്ന INS കുരുസുറ സബ്മറൈൻ അല്ലേ ഈസ് ദ ഫസ്റ്റ് സബ്മറൈൻ ടേൺഡ് ഇൻ ടു മ്യൂസിയം ഇൻ ദ ഹോൾ ഓഫ് ഏഷ്യ ആൻഡ് സെക്കൻഡ് ഇൻ ദ വേൾഡ്. ആ രീതിയിൽ ഓർത്തേക്കണം. ദ ഇന്ത്യൻ നേവൽ അക്കാഡമി ഓർ INA ഏഴിമല ലൊക്കേറ്റഡ് ഇൻ ഏഴിമല, കണ്ണൂർ ഡിസ്ട്രിക്ട്, കേരള ഈസ് ഏഷ്യാസ് ലാർജസ്റ്റ് ആൻഡ് ദ വേൾഡ്സ് 3rd ലാർജസ്റ്റ് നേവൽ അക്കാഡമി. നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ കണ്ണൂരിൽ നേവൽ അക്കാഡമി സ്ഥിതി ചെയ്യുന്നുണ്ടല്ലേ. എവിടെയാണ്? ഏഴിമല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു നേവൽ അക്കാഡമി സ്ഥിതി ചെയ്യുന്നത്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ 3ാമത്തെ നേവൽ അക്കാഡമി കൂടിയാണ് ഈ ഒരു INA ഏഴിമല എന്ന് പറഞ്ഞ ഏഷ്യയിലെ ഏറ്റവും വലുതും ലോകത്തെ ഏറ്റവും വലിയ 3ാമത്തെയും നേവൽ അക്കാഡമി ഏതാണ്? കണ്ണൂരിൽ സ്ഥിതി ചെയ്യുന്ന INA ഏഴിമലയാണ്. ആ ഒരു ഫാക്ട് കൂടെ നമ്മളൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കണം. ദ ബിഗ്ഗസ്റ്റ് ഷിപ്പ് ഓഫ് ഇന്ത്യൻ നേവി ഫോം പാർട്ട് ഓഫ് 2 ഫ്ലീറ്റ്സ്. എന്താണ് കാര്യം? നമ്മുടെ ഫ്ലീറ്റ്സ് അല്ലേ, അതായത് ഷിപ്സ് ചേർന്നിട്ട് എന്താണ് ഇന്ത്യൻ നേവിയുടെ ഷിപ്സ് ചേർന്നിട്ട് ഫ്ലീറ്റ് ആവുന്നു എന്ന രീതിയിലാണ് പറഞ്ഞത്. എ ഫ്ലീറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഷിപ്പ് ദാറ്റ് ഓപ്പറേറ്റഡ് അണ്ടർ വൺ അതോറിറ്റി. അതായത് ഒരുപാട് ഷിപ്പ് ചേർന്നിട്ട് ഒരു ഫ്ലീറ്റ് എന്ന രീതിയിൽ ഒരു അതോറിറ്റിയുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു അതോറിറ്റിയുടെ അണ്ടറിൽ വരുന്നതിനാണ് നമ്മൾ ആ രീതിയിൽ ഫ്ലീറ്റ് എന്ന് പറയുന്നത്. എ ഫ്ലീറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഷിപ്പുകളുടെ കൂട്ടം അല്ലേ, ദാറ്റ് ഓപ്പറേറ്റ് വൺ അതോറിറ്റി. ദ ബിഗ്ഗസ്റ്റ് ഷിപ്പ് ഓഫ് ദ ഇന്ത്യൻ നേവി ഫോം പാർട്ട് ഓഫ്
2 ഫ്ലീറ്റ്സ്. ഏതൊക്കെയാണ് ആ ഒരു 2 ഫ്ലീറ്റ്സ്? ഇന്ത്യൻ നേവിയിൽ വരുന്ന പ്രധാനപ്പെട്ട 2 ഫ്ലീറ്റ്സ് ആണ്. ഒന്ന് വെസ്റ്റേൺ ഫ്ലീറ്റ്, അവിടെ എന്താണ് ഒരുപാട് ഷിപ്സ് നമുക്ക് കാണാൻ പറ്റും. വെസ്റ്റേൺ ഫ്ലീറ്റ് എവിടെയാണ്? മുംബൈയിലാണ്. ഈസ്റ്റേൺ ഫ്ലീറ്റ്, അതായത് നമ്മുടെ ഇന്ത്യയുടെ വെസ്റ്റ് ഭാഗത്തും ഈസ്റ്റ് ഭാഗത്തും ഓരോ ഫ്ലീറ്റ് വെച്ചിട്ടുണ്ട്. ഒന്ന് മുംബൈയിൽ വരുന്ന വെസ്റ്റേൺ ഫ്ലീറ്റും മറ്റൊന്ന് വിശാഖപട്ടണത്ത് വരുന്ന ഈസ്റ്റേൺ ഫ്ലീറ്റും. ഇതിൻ്റെ അണ്ടറിൽ എന്താണ്? ഇതിൻ്റെ അണ്ടറിൽ ഒരുപാട് ഷിപ്സ് നമുക്ക് കാണാൻ പറ്റും. ദ ബിഗ്ഗസ്റ്റ് ഷിപ്സ് ഓഫ് ദ ഇന്ത്യൻ നേവി ഫോം പാർട്ട് ഓഫ് ഇറ്റ്സ് 2 ഫ്ലീറ്റ്സ്. ആ ഫ്ലീറ്റ് ഏതൊക്കെയാണ്? ഒന്ന് മുംബൈയിലും മറ്റൊന്ന് വിശാഖപട്ടണത്തിലും അല്ലേ. ദ മേജർ ബേസസ് ഓഫ് ദ ഇന്ത്യൻ നേവി ആർ ലൊക്കേറ്റഡ്. എവിടെയൊക്കെയാണ് ഇന്ത്യൻ നേവിയുടെ പ്രധാന ബേസസ്? മുംബൈ, ഗോവ, കാർവാർ, കൊച്ചി, ചെന്നൈ, വിശാഖപട്ടണം, കൊൽക്കത്ത, പോർട്ട് ബ്ലെയർ, ഇവിടെയൊക്കെയാണ് ഇന്ത്യൻ നേവിയുടെ ബേസസ്. 2 കാര്യം ഇവിടെ ഓർത്തു വെക്കണം. ഒന്ന്, ഇന്ത്യൻ നേവിക്ക് മെയിനായിട്ട് 2 ഫ്ലീറ്റ് ആണുള്ളത്. ഒന്ന് മുംബൈയിൽ, അത് വെസ്റ്റേൺ ഫ്ലീറ്റും, അതുപോലെ വിശാഖപട്ടണത്തിൽ അത് ഈസ്റ്റേൺ ഫ്ലീറ്റുമാണ്. ആ ഒരു കാര്യം ഒന്ന് ഓർത്തു വെക്കണം. അതുപോലെ നേവൽ ബേസസ് എവിടെയൊക്കെ വരുന്നുണ്ട്? മേജർ ബേസസ് ആയിട്ട് മുംബൈ, ഗോവ, കർവാർ, കൊച്ചി, ചെന്നൈ, വിശാഖപട്ടണം, കൊൽക്കത്ത, പോർട്ട് ബ്ലെയർ ഇവിടെയൊക്കെ വരുന്നുണ്ട്. ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്തു വെക്കണം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ നേവിയുടെ ചരിത്രമാണ്. ഈ ഒരു ക്ലാസ്സിൽ പ്രധാനമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഫാക്ട് ഇത് തന്നെയാണ്. ബേസിക് ഫാക്ട് കഴിഞ്ഞാൽ ഇന്ത്യൻ നേവിയുടെ ചരിത്രമാണ്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ നേവി അല്ലെങ്കിൽ ഇന്ത്യയുടെ ജലഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വാണിജ്യ സംവിധാനങ്ങളൊക്കെ 6000 വർഷങ്ങൾ പഴക്കമുള്ളതാണെന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഏതാണ്ട് 6000 വർഷങ്ങൾ പഴക്കം വരുന്നതാണ് ഇന്ത്യയുടെ ഈ ഒരു മാരിടൈം ചരിത്രം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ മാരിടൈം ഹിസ്റ്ററി അല്ലേ. ഇന്ത്യയുടെ മാരിടൈം ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ എവിഡൻസസും കാര്യങ്ങളും 6000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമുക്ക് എന്താണ് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതായത് സിന്ധു നദീതട സംസ്കാര കാലഘട്ടം തൊട്ടേ നമുക്ക് എന്താണ് നമ്മുടെ ഇന്ത്യയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജലഗതാഗതം സജീവമാണല്ലേ. 6000 വർഷങ്ങൾ പഴക്കമുള്ളതാണ് നമ്മുടെ മാരിടൈം ഹിസ്റ്ററി എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. മാത്രമല്ല എന്താണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു സിന്ധു നദീ തട സംസ്കാര കാലഘട്ടം തൊട്ടിട്ട് നമ്മുടെ ജലഗതാഗതം സജീവമാണ്. പ്രധാനമായിട്ട് പസഫിക്, ഇന്ത്യൻ ഓഷ്യൻ അതുമായിട്ട് അനുബന്ധിച്ച് വരുന്ന രാജ്യങ്ങളുമായിട്ട് പുരാതന കാലം മുതൽക്കേ നമ്മുടെ ഇന്ത്യ വാണിജ്യ ബന്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പസഫിക് അതുപോലെ ഇന്ത്യൻ ഓഷ്യനൊക്കെ ആയിട്ട് അനുബന്ധിച്ച് വരുന്ന രാജ്യങ്ങളുമായിട്ട് പുരാതന കാലം മുതലേ നമ്മുടെ ഇന്ത്യ വാണിജ്യ ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു എവിഡൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് 5th സെഞ്ചുറി തൊട്ടിട്ട് 10th സെഞ്ചുറി വരെ കാണാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ. തുടക്കത്തിൽ 5th സെഞ്ചുറി തൊട്ടിട്ട് 10th സെഞ്ചുറികൾ ഏത് സാമ്രാജ്യമാണ് പ്രധാനമായിട്ട് അവിടെ? കലിംഗ സാമ്രാജ്യ കാലഘട്ടം അല്ലേ. കലിംഗ വരുന്ന ആ ഒരു കാലഘട്ടമാണ് 5th സെഞ്ചുറി ടു 10th സെഞ്ചുറി. അതുപോലെ തന്നെ 1984 to 1042 സി വരെ ചോള സാമ്രാജ്യം വരെ ആ ഒരു സമയം വരെ എന്താണ് ഈ ഒരു കലിംഗ മുതൽ ചോള വരെ ഇന്ത്യ, മലയ അതുപോലെ സുമാത്രൻ ദ്വീപുകളുമായിട്ട് കടൽ മുഖേന ബന്ധം പുലർത്തിയിരുന്നു എന്ന രീതിയിലോ വാണിജ്യ ബന്ധം പുലർത്തിയിരുന്നു എന്ന രീതിയിലുള്ള തെളിവുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് 5th സെഞ്ചുറി തൊട്ടിട്ട് 10th സെഞ്ചുറി വരെ കലിംഗയും അതുപോലെ 984 തൊട്ടിട്ട് 1042 സി വരെ ചോള സാമ്രാജ്യമൊക്കെ ചോള സാമ്രാജ്യമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ, മലയ, സുമാത്രൻ ദ്വീപുകളുമായിട്ട് കടൽ മുഖേനയുള്ള ബന്ധം പുലർത്തിയിട്ടുണ്ടായിരുന്നു എന്നതൊക്കെ എന്താണ് നമ്മുടെ ഇന്ത്യൻ നേവിയുടെ ആദ്യ കാലഘട്ടങ്ങളിലെ ആ ഒരു ചരിത്രം അല്ലെങ്കിൽ ഇന്ത്യയുടെ കടലുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഗതാഗതത്തിന്റെ തുടക്ക കാലഘട്ടങ്ങളിലെ ചരിത്രം പറയുന്നുണ്ടല്ലേ. ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്തു വെക്കണം. 14ാം നൂറ്റാണ്ട് 15ാം നൂറ്റാണ്ട് ആ ഒരു നൂറ്റാണ്ടുകളിൽ വലിയ രീതിയിൽ ഷിപ്പുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യക്കാർ ആരംഭിച്ചിട്ടുണ്ട്. ഇതിന് ശേഷം 1042 ഒക്കെ കഴിഞ്ഞിട്ട് എന്താണ് 14ാം നൂറ്റാണ്ട് ഏതാണ്ട് ഒരു 15 നൂറ്റാണ്ട് കാലഘട്ടങ്ങളിൽ എന്താണ് വലിയ രീതിയിലുള്ള ഷിപ്പുകൾ, അതായത് മുൻപ് നമ്മൾ പായ്ക്കപ്പൽ പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഷിപ്പുകളാണ് നിർമ്മിച്ചെങ്കിൽ 100 കണക്കിന് ആളുകളെയും വളരെ വലിയ രീതിയിൽ ടൺ കണക്കിന് ചരക്കുകളൊക്കെ വഹിക്കാൻ കഴിയുന്ന വളരെ വലിയ കപ്പലുകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ഇന്ത്യക്കാർ 14-15 നൂറ്റാണ്ടുകളിൽ പരിശീലിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു കാലഘട്ടങ്ങളിൽ പരിശീലിച്ചു. പിന്നീട് എന്താണ് 16ാമത്തെ നൂറ്റാണ്ട് 1600 കാലഘട്ടങ്ങളൊക്കെ ആകുന്ന സമയത്ത് എന്താണ് 15ാം നൂറ്റാണ്ട് അന്ത്യത്തോടുകൂടി 1600 കാലഘട്ടത്തോടുകൂടി എന്താണ് അന്നൊക്കെ എന്താണ് യൂറോപ്യന്മാരുടെ ആഗമനം ശക്തമായിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യ അല്ലേ. യൂറോപ്യന്മാർ ഇങ്ങനെ വരാൻ തുടങ്ങിയതിന് ശേഷം യൂറോപ്യന്മാരുടെ ഈ ഒരു വരവ് പോക്കിന് ശേഷം എന്താണ് നമ്മുടെ ഇന്ത്യയുടെ ജലഗതാഗത മേഖല, അതായത് ഇന്ത്യക്ക് ആ ഒരു ജലഗതാഗത മേഖലയിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് വളരെ വലിയ രീതിയിലുള്ള തകർച്ചയിലേക്ക് നയിച്ചു അല്ലേ. യൂറോപ്യന്മാരുടെ ആഗമനം എന്താണ് ഇന്ത്യയുടെ ജലഗതാഗത മേഖലയ്ക്ക് വളരെ വലിയ രീതിയിലുള്ള തകർച്ചയാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഒരു മാറ്റം അല്ലെങ്കിൽ പിന്നീട് ശക്തമായിട്ടുള്ള ഒരു നേവി ഫോഴ്സ് എന്ന രീതിയിലൊക്കെ കടന്നുകയറ്റം വരുന്നത് 1612 കൃത്യമായുള്ള നമ്മുടെ ചരിത്രം ആരംഭിക്കുന്നത് 1612 ഇതാണ് എന്താണ് നമുക്ക് കൃത്യമായിട്ടുള്ള ചരിത്രം ആരംഭിക്കുന്ന വർഷം. അതിനു മുൻപേ ഞാൻ പറഞ്ഞൊക്കെ എന്താണ് നമുക്ക് ലഭ്യമായുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറേയൊക്കെ അസംഷനൊക്കെ വെച്ചിട്ട് ചേർക്കുന്ന കാര്യങ്ങളാണ്. 1612 എന്താണ് ബ്രിട്ടീഷ് വെസ്റ്റ് പോർച്ചുഗീസ് ഒരു
ഏറ്റുമുട്ടലുണ്ടായിരുന്നു. അതായത് വാർഫെയർ അല്ലെങ്കിൽ ഈ ഒരു നേവിയുമായിട്ട് ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് അതുപോലെ തന്നെ പോർച്ചുഗീസ് നേവീസുമായിട്ട് ബന്ധപ്പെട്ടൊരു ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ റോയൽ ഇന്ത്യൻ നേവി രൂപീകരണം നടത്തി. അതായത് ഇന്ന് കാണുന്ന ആ ഒരു നമ്മുടെ ഇന്ത്യൻ നേവിയുടെ ആദ്യ കാലഘട്ട രൂപങ്ങളിലേക്ക് നയിച്ചുള്ള റോയൽ ഇന്ത്യൻ നേവിയുടെ രൂപീകരണം നയിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ കാര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ ഈ ഒരു തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. സോ ആ രീതിയിൽ അതിന് തുടക്കം 1612 ആരംഭിച്ചു. അതിനുശേഷം ഏതാണ്ട് ഒരു 1834 കാലഘട്ടമായപ്പോൾ ഇന്ത്യയുടെ ബോംബെ മറൈൻ എന്ന് പറയുന്ന ആ ഒരു കപ്പൽ അല്ലെങ്കിൽ ആ ഒരു ടീം, ആദ്യം നമ്മൾ ഇന്ത്യൻ നേവി എന്ന രീതിയിൽ അല്ലെങ്കിൽ റോയൽ ഇന്ത്യൻ നേവി എന്ന രീതിയിൽ തുടക്കത്തിൽ അതിന് പേരും കാര്യങ്ങളൊന്നും വരുന്നില്ല. റോയൽ ഇന്ത്യൻ നേവി എന്ന രീതിയിൽ തുടക്കത്തിൽ നമ്മൾ ആ ഒരു തുടക്കം കുറിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ബ്രിട്ടീഷുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും സംരക്ഷണം തേടാൻ വേണ്ടിയിട്ട്, അവരെ അറ്റാക്ക് ചെയ്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഒരു നേവൽ ഫോഴ്സിനെ അവർ രൂപീകരിച്ചു. അതിന് പിന്നീട് ബോംബെ മറൈൻ എന്ന രീതിയിലൊക്കെ പേര് നൽകി. പിന്നീട് 1834 ചോദിച്ചിട്ടുണ്ട് ഈ ഒരു വർഷമൊക്കെ. 1834 അതിനെ ഹെർ മജസ്റ്റീസ് ഇന്ത്യൻ നേവി എന്ന് പേര് മാറ്റി. ഹെർ മജസ്റ്റീസ് ഇന്ത്യൻ നേവി എന്ന രീതിയിൽ അതിന് അവർ പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഹെർ മജസ്റ്റീസ് ഇന്ത്യൻ നേവി എന്ന രീതിയിൽ പിന്നീട് അവരതിന് പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഹെർ മജസ്റ്റീസ് ഇന്ത്യൻ നേവി 1840 ഫസ്റ്റ് ഒപ്പിയം വാർ, 1840 ഫസ്റ്റ് ഒപ്പിയം വാറിൽ, ഒപ്പിയം എന്ന് പറയുമ്പോൾ കറുപ്പല്ലേ, ഫസ്റ്റ് ഒപ്പിയം വാർ. അതുപോലെ തന്നെ 1852 നടന്ന ആംഗ്ലോ ബർമീസ് വാർ. ഇതിലൊക്കെ ഹെർ മജസ്റ്റീസ് ഇന്ത്യൻ നേവി ഭാഗമായിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു ഇന്ത്യൻ നേവി ബ്രിട്ടീഷുകാർക്ക് വേണ്ടി അന്ന് പോരാടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ രീതിയിൽ കൂടി ഓർത്തു വയ്ക്കണം. 1834 കാര്യമാണ് പറഞ്ഞത്. അതിനുശേഷം പിന്നീട് ഒരു മാറ്റം വരുന്നത് 1877 കാലഘട്ടങ്ങളാണ്. പിന്നീട് അത് 1877 നമ്മൾ ഈ പറഞ്ഞ ഹെർ മജസ്റ്റീസ് ഇന്ത്യൻ നേവി എന്തായിട്ട് മാറി? ഹെർ മജസ്റ്റീസ് ഇന്ത്യൻ മറൈൻ എന്ന രീതിയിൽ മാറി. ഓക്കെ, ഹെർ മജസ്റ്റീസ് ഇന്ത്യൻ നേവി മാറ്റിയിട്ട് മറൈൻ എന്ന രീതിയിൽ അതിൻ്റെ പേര് മാറ്റി. 1892 ആയപ്പോൾ പിന്നെ 1892 ഇവിടെ നേവി മാത്രം മാറ്റിയിട്ട് മറൈൻ എന്ന രീതിയിൽ കൊണ്ടുവന്നല്ലേ, ഹെർ മജസ്റ്റീസ് ഇന്ത്യൻ മറൈന്. 1892 ആയപ്പോൾ റോയൽ ഇന്ത്യൻ മറൈൻ എന്ന രീതിയിൽ അത് മാറി. നമ്മുടെ ഇന്ത്യയുടെ പേര് അവിടെ വന്നു, റോയൽ ഇന്ത്യൻ മറൈൻ എന്ന രീതിയിൽ 1892 അതിൻ്റെ പേര് വീണ്ടും പുനർനാമകരണം ചെയ്യപ്പെട്ടു അല്ലേ. പിന്നീട് 1934 വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വന്നു. 1934 വരെ റോയൽ ഇന്ത്യൻ നേവി എന്ന രീതിയിൽ തന്നെ പേര് മാറ്റാൻ വേണ്ടി റോയൽ ഇന്ത്യൻ നേവി എന്ന രീതിയിൽ 1934 അതിൻ്റെ പേര് മാറ്റി വരുന്നത്. ആ രീതിയിൽ ഓർത്തു വയ്ക്കണം. ആ ഒരു കാര്യം കൂടെ ഓർത്തു വയ്ക്കണം. അതിന് മുൻപ് 1892 റോയൽ ഇന്ത്യൻ മറൈനെ പറ്റി പറഞ്ഞു അല്ലേ. അത് വേൾഡ് വാർ 1 പങ്കെടുത്തിട്ടുണ്ട്. ഈ ഒരു ടീം വേൾഡ് വാർ 1 പങ്കെടുത്തിട്ടുണ്ട്. പിന്നീട് 1934 പേര് മാറ്റി റോയൽ ഇന്ത്യൻ നേവി എന്ന പേരിൽ വരുന്നത്. 1934 ശേഷം വരുന്ന വേൾഡ് വാർ 2 ആണല്ലേ. സോ ഈ റോയൽ ഇന്ത്യൻ നേവി വേൾഡ് വാർ 2 പങ്കെടുത്തിട്ടുണ്ട്. ആ രീതിയിൽ ഓർത്തു വെക്കണം. വേൾഡ് വാർ 2 വളരെയധികം കഷ്ടപ്പെടേണ്ടി വന്ന ആ ഒരു വിഭാഗം കൂടിയാണ് റോയൽ ഇന്ത്യൻ നേവിയിൽ ഉണ്ടായിരുന്ന ഓഫീസേഴ്സ്. മാത്രമല്ല അവിടെ ഓഫീസർ റാങ്കിൽ വരുന്ന ആളുകളൊക്കെ അല്ലെങ്കിൽ ഉയർന്ന റാങ്കിൽ വരുന്ന ആളുകളൊക്കെ ബ്രിട്ടീഷുകാരായിരുന്നു. ഒരു ഇന്ത്യക്കാരെ പോലും ഉയർന്ന റാങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, വേൾഡ് വാർ 2 ശേഷം പോലും ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ നേവിയിൽ ഉയർന്ന പദവിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തയ്യാറായിരുന്നില്ല. ആ രീതിയിൽ ഓർത്തു വെക്കണം. സോ ഇങ്ങനെ കഷ്ടപ്പാട് നമ്മുടെ ഇന്ത്യൻ ആളുകൾ വളരെ വലിയ രീതിയിലുള്ള കഷ്ടപ്പാടുകൾ, ഓഫീസേഴ്സ് പദവിയൊന്നും ലഭിക്കാതെ അവർ വളരെ വലിയ രീതിയിലുള്ള കഷ്ടപ്പാടും അനുഭവിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ അവർ ശക്തമായിട്ട് പ്രതിഷേധിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് 1946 റോയൽ ഇന്ത്യൻ മ്യൂട്ടിനി എന്ന് പറഞ്ഞ കലാപം ആരംഭിക്കുന്നത്. ഓക്കെ, 1946 റോയൽ ഇന്ത്യൻ മ്യൂട്ടിനി എന്ന രീതിയിലുള്ള കലാപത്തിലേക്ക് നയിച്ചു. ഇത് വളരെ പേര് കേട്ടൊരു കലാപമായിരുന്നു. ബട്ട് നമ്മുടെ ഇന്ത്യൻ ആർമി ലീഡേഴ്സ് അതുപോലെ മുസ്ലിം ലീഗ് സപ്പോർട്ടേഴ്സ് ഒന്നും ഇതിന് കാര്യമായുള്ള പിന്തുണ നൽകാത്തത് കാരണം 1946 നടന്ന റോയൽ ഇന്ത്യൻ മ്യൂട്ടിനിക്ക് പിന്നീട് അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് നീണ്ടുപോകാൻ, ആ ഒരു പ്രതിഷേധത്തിന് മുന്നോട്ടേക്ക് നീണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു കാര്യം കൂടെ ഓർത്തു വെക്കണം. സോ അതിനുശേഷം അതിനുശേഷം നമ്മുടെ ഇന്ത്യ സ്വതന്ത്രമായല്ലേ. 1947 ഇന്ത്യ സ്വതന്ത്രമായിട്ട്
1947 സ്വതന്ത്രമായതിനു ശേഷം 1961 നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 1961 ഗോവയെ പോർച്ചുഗീസിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ആ ഒരു ഉദ്യമമായിരുന്നു ഇന്ത്യൻ നേവിയുടെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഉദ്യമം എന്ന് പറയുന്നത്. മാത്രമല്ല 1961-71 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങളിലും കാര്യമായിട്ട് തന്നെ നമ്മുടെ നേവി ഇടപെട്ടിട്ടുണ്ട്. ഇത്രയുമാണ് ഇന്ത്യൻ നേവിയുടെ ആ ഒരു ചരിത്രം നമുക്ക് പറയാനുള്ളത്. ഇനി ജസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എന്താണ് ഒന്ന് ഓർഡറിലൊന്ന് പരിശോധിച്ച് നോക്കാം. ഇനി പറയാൻ വിട്ടുപോയിട്ടുള്ള പേരുകളുണ്ട്, ആ ഒരു പേരുകളും പരിശോധിക്കാം. ദ ഒറിജിൻ ഓഫ് ഇന്ത്യൻ നേവി ഡേറ്റഡ് 1612, അതായത് 1612 ഈ ഒരു മാറ്റങ്ങൾ വരുന്നത്, അല്ല 1612 ഇന്ത്യൻ നേവിയുടെ ഒറിജിൻ. അതിന് മുൻപ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്, നമ്മുടെ പല ഊഹാപോഹങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളാണ്. വെൻ ഇംഗ്ലീഷ് വെസൽ അണ്ടർ ദ കമാൻഡ് ഓഫ് ക്യാപ്റ്റൻ ബെസ്റ്റ് എൻകൗണ്ടർ ദ പോർച്ചുഗീസ് ആസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് മറൈൻ. എന്താണ് 1612 ക്യാപ്റ്റൻ ബെസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള ആ ഒരു ബ്രിട്ടീഷ് വെസൽ എന്താണ് പോർച്ചുഗീസിനെ എതിർത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ നേവിയുടെ ആദ്യകാല രൂപം ഫോം ചെയ്തത്. അന്നൊക്കെ അതിന് ബോംബെ മറൈൻ എന്ന രീതിയിലായിരുന്നു ആ പേരുണ്ടായിരുന്നത്. 1686 കാലഘട്ടങ്ങളിലൊക്കെ അതിനെന്താണ് ബോംബെ മറൈൻ എന്ന രീതിയിൽ നമ്മൾ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ബോംബെ മറൈൻ പിന്നീട് പേര് മാറിയിട്ടുണ്ട്. ഞാൻ നേരെ ഹർ മജസ്റ്റീസ് ഇന്ത്യൻ നേവിയിലേക്ക് പോയെങ്കിൽ പോലും ആ ഒരു ബോംബെ മറൈൻ പിന്നീട് 1829 ദ ബോംബെ മറൈൻ കോബ്സ് ആയിട്ടുണ്ട്. അതിനുശേഷം 1830 ദ ഇന്ത്യൻ നേവി എന്ന രീതിയിൽ വന്നിട്ടുണ്ട്. അതാണ് പിന്നീട് 1834 ഹർ മജസ്റ്റീസ് ഇന്ത്യൻ നേവി എന്നായത്. 1863 ആയപ്പോൾ ദ ബോംബെ ആൻഡ് ബംഗാൾ മറൈൻ എന്ന രീതിയിൽ പേര് മാറ്റി. അതിനുശേഷം 1871 ദ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സ് എന്ന രീതിയിൽ പേര് മാറ്റി. അതിനുശേഷം 1877 ഹർ മജസ്റ്റീസ് ഇന്ത്യൻ മറൈൻ എന്ന രീതിയിൽ അത് പേര് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ആ രീതിയിൽ കൂടെ ഒന്ന് ഓർത്തു വെക്കണം. 1877 ഹർ മജസ്റ്റീസ് ഇന്ത്യൻ മറൈൻ എന്ന് പേര് മാറ്റി. അതിനുശേഷം റോയൽ ഇന്ത്യൻ മറൈൻ എന്ന് 1892 പേര് മാറ്റി. അത്രയും ആ ഒരു മാറ്റങ്ങളൊന്ന് ജസ്റ്റ് ഓർത്തു വയ്ക്കണം. ആ ഒരു വർഷങ്ങൾ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്ര നേരം ഞാൻ പറഞ്ഞ ചരിത്രം നമ്മളിവിടെ പറയാൻ പോകുന്നു മാത്രമേ ഉള്ളൂ. The marine history of India goes back around 6,000 years. 6000 വർഷം പഴക്കം വരുന്നതാണ് നമ്മുടെ മറൈൻ ഹിസ്റ്ററി. The art of navigation has been recorded since the Indus Valley Civilization. ആ ഒരു ഇൻഡസ് വാലി സിവിലൈസേഷൻ കാലഘട്ടം തൊട്ടിട്ട് എന്താണ് നമുക്ക് ഇത്തരത്തിലുള്ള നവിഗേഷൻ, ജലഗതാഗതം പോലെയുള്ള കാര്യങ്ങൾ ഇതിന് തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലേ. Since ancient times, India's trade relation with the countries of Pacific and Indian Oceans have been recorded. ആ ഒരു കാലഘട്ടത്തിൽ എന്താണ് പസഫിക് അതുപോലെ ഇന്ത്യൻ ഓഷ്യനിൽ വരുന്ന രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് ട്രേഡ് റിലേഷൻ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകൾ നമുക്ക് പലപ്പോഴും ലഭിച്ചിട്ടുണ്ട്. ബട്ട് എന്താണ് നമ്മുടെ ഇന്ത്യക്ക് ഒഫീഷ്യലായിട്ടൊരു നേവി ഫോഴ്സ് ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകൾ അവിടെയൊന്നും ഉണ്ടായിട്ടില്ല. ഇതുപോലെ ട്രേഡുകൾ നമുക്ക് പണ്ട് മുതലേ കിട്ടിയിട്ടുണ്ട്. ഫ്രം കലിംഗ എംപയർ ഇൻ 5th century to 10th CE to the Chola Empire in 984 to 1042 CE, naval expedition have reached far and beyond Malaya and സുമാത്രൻ ഐലൻഡ് ആസ് വെൽ. എന്താണ് ഈ ഒരു കാലഘട്ടങ്ങളിൽ നമ്മുടെ ഇന്ത്യ, മലായ അതുപോലെ സുമാത്രൻ ദ്വീപുകളുമായിട്ട് വ്യാപാര ബന്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഡ്യൂറിങ് 14th and 15th century Indian shipbuilding skills and their maritime ability were so sophisticated that it could produce ships with a capacity to carry over 100 of men along with large quantities of goods for trade. എന്താണ് ആ ഒരു കാലഘട്ടങ്ങളിൽ നമുക്ക് ഒരുപാട് ആളുകൾ വഹിക്കാനും ടൺ കണക്കിന് ഈ ഒരു ചരക്കുകൾ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ഷിപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ഇന്ത്യക്കാർ പഠിച്ചു വന്നു അല്ലേ. സോ ആ രീതിയിൽ ഓർത്തു വെക്കണം. ദ അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ് ഇൻ ഇന്ത്യ ഡിക്ലെയർ ദ ഇന്ത്യൻ നേവൽ പവർ. അതുവരെ ഉണ്ടായിരുന്ന ഇന്ത്യയുടെ നേവൽ പവർ എന്താണ് ക്ഷയിച്ചു പോയി. ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടെ ഇന്ത്യയുടെ നേവൽ പവർ ക്ഷയിച്ചു പോവുകയും പിന്നീട് 1612 എന്താണ് ഈ രീതിയിൽ ബ്രിട്ടീഷുകാർ അതിൽ കൈകടത്തുന്നത്. ദ ഫോർമേഷൻ ഓഫ് റോയൽ ഇന്ത്യൻ നേവി കാൻ ബി ട്രേസ്ഡ് ബാക്ക് ടു 612 അല്ലേ 1612 ഈ ഒരു റോയൽ ഇന്ത്യൻ നേവിയുടെ ആദ്യകാല രൂപം വരുന്നത്. ബ്രിട്ടീഷ് ആൻഡ് പോർച്ചുഗീസ് എൻഗേജറിൻ്റെ നേവൽ എൻകൗണ്ടർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ബ്രിട്ടീഷുകാരും പോർച്ചുഗീസും തമ്മിലുള്ള ഒരു നേവൽ യുദ്ധമുണ്ടായിരുന്നു. ഫോഴ്സിങ് ദ ബ്രിട്ടീഷ് ടു റെഗുലർലി മെയിൻറ്റെയിൻ എ നേവൽ ഫ്ലീറ്റ് ഓൺ ദ വെസ്റ്റ് കോസ്റ്റ് ഓഫ് ഇന്ത്യ. ഓൾറെഡി പറഞ്ഞു ഇന്ത്യയുടെ വെസ്റ്റ് കോസ്റ്റിൽ ഇത്തരത്തിൽ പോർച്ചുഗീസിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ നിർബന്ധിതമായിട്ട് ഇത്തരത്തിലൊരു സേന രൂപീകരിക്കേണ്ടി വന്നു അല്ലേ. അതാണ് 1612 ആരംഭം കുറിച്ചത്. ഇൻ 1834 ദ നേവി വിച്ച് വാസ് ഏർലിയർ നെയ്മഡ് ബോംബെ മറൈൻ ബിക്കെയിം ഹെർ മജസ്റ്റീസ് ഇന്ത്യൻ നേവി. എന്താണ് ഹെർ മജസ്റ്റീസ് ഇന്ത്യൻ നേവി എന്ന രീതിയിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ബോംബെ മറൈൻ എന്ന് വിളിച്ച ആ ഒരു നേവി മാറി അല്ലേ.
The Navy participated in the first Opium War 1840 and the second Anglo-Burmese War 1852. ഈ ഒരു വർഷങ്ങളൊക്കെ ഓർത്തു വെക്കണം. നമ്മുടെ ഹെർ മജസ്റ്റീസ് ഇന്ത്യൻ നേവി പങ്കെടുത്ത ആ ഒരു യുദ്ധങ്ങളാണ് 1940 ഫസ്റ്റ് ഒപ്പിയം വാർ, അതുപോലെ ആംഗ്ലോ ബർമീസ് വാർ 1852, അതൊക്കെ ഒന്ന് ഓർത്തു വെക്കണം. ഇറ്റ് വാസ് കോൾഡ് ഹെർ മജസ്റ്റീസ് ഇന്ത്യൻ മറൈൻ ഇൻ 1877. 1877 എന്താണ് ഹെർ മജസ്റ്റീസ് ഇന്ത്യൻ മറൈൻ എന്ന് അതിനെ വിളിച്ചു അല്ലെ. ഇൻ 1892 ദ മറൈൻ ഹാസ് റീക്രിസ്റ്റൻ ദ റോയൽ ഇന്ത്യൻ മറൈൻ വിച്ച് പാർട്ടിസിപ്പേറ്റഡ് ഇൻ വേൾഡ് വാർ 1. എന്താണ് 1892 അതിൻ്റെ പേര് വീണ്ടും റോയൽ ഇന്ത്യൻ മറൈൻ എന്ന രീതിയിൽ മാറ്റുകയും അത് വേൾഡ് വാറിൽ 1 പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുകയാണ്. In 1934, the Marine was upgraded to full naval force, thus becoming the Royal Indian Navy. എന്താണ് 1934 അത് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഫുൾ നേവൽ ഫോഴ്സ് ആയിട്ട് മാറിയല്ല, അതിനെ റോയൽ ഇന്ത്യൻ നേവി എന്ന രീതിയിൽ 1934 നമ്മൾ വിളിക്കുകയും ഉണ്ടായി. The Royal Indian Navy participated in World War II with a small fleet but suffered casualties too. ഈ ഒരു റോയൽ ഇന്ത്യൻ നേവി വേൾഡ് വാർ 2 പങ്കെടുത്തിട്ടുണ്ട്. എന്താണ് വേൾഡ് വാർ 2 പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പോലും അവിടെ വളരെ വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റീസ് ഉണ്ടാകുകയും നമ്മുടെ ഇന്ത്യക്കാർ സഫർ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ദ റോയൽ ഇന്ത്യൻ നേവി വാസ് ഡൊമിനേറ്റഡ് ബൈ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് റാങ്കിൽ വരുന്ന ആളുകളൊക്കെ എന്താണ് ബ്രിട്ടീഷേഴ്സ് ആണല്ലേ, പണിയെടുക്കാൻ വേണ്ടി നമ്മുടെ ഇന്ത്യക്കാർ. ആൻഡ് നോ ഇന്ത്യൻ ഹെൽഡ് ഇൻ എ ഹൈ റാങ്ക് ഈവൺ ആഫ്റ്റർ വേൾഡ് വാർ സെക്കൻഡ്. അതായത് ആ ചാവേറുകളെ പോലെയാണ് നമ്മുടെ ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാർ കണ്ടിട്ടുണ്ടായിരുന്നത്. ആ രീതിയിൽ ശക്തമായുള്ള പ്രതിഷേധമൊക്കെ വരികയും ദിസ് സിറ്റുവേഷൻ അലോങ് വിത്ത് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആൻഡ് പുവർ കമ്മ്യൂണിക്കേഷൻ ലെഡ് ടു ദ റോയൽ ഇന്ത്യൻ മ്യൂട്ടിനി, നേവി മ്യൂട്ടിനി 1946. ചോദിച്ചിട്ടുണ്ട് റോയൽ ഇന്ത്യൻ നേവി മ്യൂട്ടിനി നടന്ന വർഷം 1946. ബട്ട് ദ റിവോൾട്ട് ഫെയിൽഡ് ആസ് ഇറ്റ് ഡിഡ് നോട്ട് റിസീവ് സപ്പോർട്ട് ഫ്രം ദ ഇന്ത്യൻ ആർമി, ദ ലീഡേഴ്സ് ഓഫ് കോൺഗ്രസ് ഓർ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ കോൺഗ്രസ് ലീഡേഴ്സിന് സപ്പോർട്ട് ലഭിക്കാത്തത് കൊണ്ട് തന്നെ എന്താണ് ഇതൊരു പരാജയമായിട്ട് റോയൽ മ്യൂട്ടിനി മാറുകയായിരുന്നു. ആ രീതിയിലൊന്ന് ഓർത്തു വെക്കണം. വെൻ ഇന്ത്യ ബിക്കം റിപ്പബ്ലിക് ഓൺ 26 January 1950, the royal prefix was dropped and the name Indian Navy was officially adopted. എന്താണ് ഇവിടെ റോയൽ ഇന്ത്യൻ നേവി എന്നുണ്ടല്ലേ. നമുക്ക് 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആവുന്ന സമയത്ത് എന്താണ് നമ്മളതിൽ റോയൽ എന്ന് പറയുന്ന ആ ഒരു ടേം നമ്മൾ എന്ത് ചെയ്തു, റോയൽ എന്ന് പറയുന്ന ടേം നമ്മൾ കട്ട് ചെയ്തിട്ട് ഇന്ത്യൻ നേവി മാത്രം മതി എന്ന രീതിയിൽ ബ്രിട്ടീഷുകാരുടെ ആ ഒരു ടേം വേണ്ട, റോയൽ എന്ന് പറയുന്ന രാജകീയം ആ ഒരു കാര്യം വേണ്ട, ഇന്ത്യൻ നേവി മാത്രം മതി എന്ന് പറഞ്ഞു അല്ലേ. The 1961 liberation of Goa from the Portuguese was the first engagement of Indian Navy post-independence. അതായത് പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ ഇന്ത്യൻ നേവിയുടെ ആദ്യത്തെ ദൗത്യം എന്തായിരുന്നു എന്ന രീതിയിൽ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഗോവ ലിബറേഷൻ ആയിരുന്നു. പോർച്ചുഗീസിൽ നിന്നും 1961 ഗോവ ലിബറേറ്റ് ചെയ്യുക എന്നതായിരുന്നു, ഗോവയെ മോചിപ്പിക്കുക എന്നതായിരുന്നു ഇന്ത്യൻ നേവിയുടെ പ്രധാന ഉദ്യമം എന്ന് പറയുന്ന ആദ്യത്തെ ഉദ്യമം പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ. നേവി ഓൾസോ പ്ലേഡ് എ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഇന്തോ പാക് വാർ ഓഫ് 1965. 1965 ഇന്തോ പാക് വാറിലും 1971 ഇന്തോ പാക് വാറിലൊക്കെ ഇന്ത്യൻ നേവി കാര്യമായിട്ടുള്ള റോള് തന്നെ വഹിച്ചിട്ടുണ്ട്. From the 21st century onwards, the Indian Navy has been a crucial role in maintaining peace on the maritime front. അതായത് നമ്മുടെ നിലവിലെ കാലഘട്ടം നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ലാൻഡ് അതുപോലെ എയർ മാത്രം ആ ഒരു സമാധാനത്തിന് വേണ്ടി നോക്കിയാൽ പോരാ, ജലഗതാഗതം കൂടെ നോക്കണം അല്ലേ. പലപ്പോഴും എന്താണ് നമ്മൾ കണ്ടിട്ടുണ്ട്, ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ മുംബൈ ടെററിസ്റ്റ് അറ്റാക്കൊക്കെ നടന്നിട്ടില്ല, അതിൽ ടെററിസ്റ്റുകളൊക്കെ വന്നത് തന്നെ ഈ ഒരു കടൽ ഗതാഗത മാർഗ വഴിയാണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ് കടൽ മാർഗമുള്ള സെക്യൂരിറ്റി കൂടെ നമ്മൾ ശക്തമാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ആ രീതിയിൽ കൂടെ ഒന്ന് ഓർത്തു വയ്ക്കണം. ഇനി ഇന്ത്യൻ നേവിയുടെ പ്രധാനപ്പെട്ട 3 കമാൻഡ്സ് നമുക്കൊന്ന് പരിചയപ്പെടണം. എവിടെയൊക്കെയാണ് പ്രധാനമായിട്ടുള്ള 3 കമാൻഡ്സ് വരുന്നതെന്ന് പഠിച്ചു വെക്കണം. ഒന്ന് വെസ്റ്റേൺ നേവൽ കമാൻഡ് ആണ്, അത് ചോദിക്കാറുണ്ട്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. വെസ്റ്റേൺ നേവൽ കമാൻഡ് ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ ആണ്. അതുപോലെ ഈസ്റ്റേൺ നേവൽ കമാൻഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വിശാഖപട്ടണമാണ്. അതുപോലെ സദേൺ നേവൽ കമാൻഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കൊച്ചിയാണ്. ഈ 3 കമാൻഡ്സും ഇന്ത്യൻ നേവിയുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വെക്കണം. വെസ്റ്റേൺ നേവൽ കമാൻഡ് മുംബൈയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്, ഈസ്റ്റേൺ നേവൽ കമാൻഡ് വിശാഖപട്ടണമാണ് ഹെഡ് ക്വാർട്ടേഴ്സ്, സദേൺ നേവൽ കമാൻഡ് കൊച്ചിയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ബിസൈഡ് ദ 3 നേവൽ കമാൻഡ്സ്, ദ ഇന്ത്യൻ നേവി ഈസ് എ പാർട്ട് ഓഫ് ജോയിന്റ് ഡിഫൻസ് കമാൻഡ് അറ്റ് പോർട്ട് ബ്ലെയർ, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്. ഇത് മാത്രമല്ല എന്താണ് ജോയിന്റ് ഡിഫൻസ് കമാൻഡ് എന്ന രീതിയിൽ പോർട്ട് ബ്ലെയറിലും ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലൊക്കെ ഇന്ത്യൻ നേവി അവിടെയൊക്കെ സജീവമായിട്ടുണ്ട്. ഓക്കെ, അത്രയും കാര്യങ്ങളൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കണം. ഇനി റാങ്കിങ് പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. റാങ്കിങ് അല്ല, ഹയസ്റ്റ് റാങ്കിങ് എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താണ് അഡ്മിറലാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് അഡ്മിറൽ എന്ന രീതിയിൽ. സോ അഡ്മിറലാണ് തുടക്കം വരുന്നത്. 2ാമത്തെ റാങ്ക് വൈസ് അഡ്മിറലാണ്. 3ാമത്തേത് റിയർ അഡ്മിറലാണ്. 4ാമത്തേത് കൊമഡോർ ആണ്. 5ാമത്തേത് ക്യാപ്റ്റൻ ആണ്. 6ാമത്തെ കമാൻഡർ. 7ാമത്തെ ലഫ്റ്റനന്റ് കമാൻഡർ. 8ാമത്തെ ലഫ്റ്റനന്റ്.
9ാമത്തെ സബ് ലഫ്റ്റനന്റ്. ഓക്കെ, ആ ഒരു കാര്യങ്ങൾ ഓർത്ത് വയ്ക്കണം. അഡ്മിറൽ, വൈസ് അഡ്മിറൽ, റിയൽ അഡ്മിറൽ, കോമഡോർ, ക്യാപ്റ്റൻ, കമാൻഡർ, ലഫ്റ്റനന്റ് കമാൻഡർ, ലഫ്റ്റനന്റ്, സബ് ലഫ്റ്റനന്റ്. ഇത്രയും റാങ്കിങ് ഓർത്ത് വയ്ക്കണം. ചിലപ്പോൾ ആ റാങ്കിങ് ഒക്കെ നമുക്ക് എന്താണ് ഓർഡറിൽ പരീക്ഷയിൽ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്രയുമാണ് നമുക്ക് ഇന്ത്യൻ നേവിയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഹിസ്റ്ററിയും ബേസിക്കുള്ള കാര്യങ്ങളും പറയാനുള്ളത്. ഇനി ഇന്ത്യൻ നേവിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ് വാർഷിപ്സും അതുപോലെ സബ്മറീനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ. സോ അത്തരം കാര്യങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ പലപ്പോഴും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. കമ്മീഷൻ ചെയ്ത വർഷം, ഡീകമ്മീഷൻ ചെയ്ത വർഷം, ആ രീതിയിലൊക്കെ ചോദിച്ചിട്ട്. സോ അങ്ങനെ ബേസിക്കായുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. കൂടുതൽ ഇൻ ഡെപ്തിലൊന്നും നമ്മൾ പോകുന്നില്ല. നമുക്ക് ഈ ഒരു സബ്മറൈൻ വാർഷിപ്പ് ഒക്കെ നോക്കുന്ന സമയത്ത് ടോട്ടൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു 10-50 കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഉണ്ടാവും. ബട്ട് അതിൽ 50 കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനേ നേരം ഉണ്ടാവും അല്ലേ. സോ അതിൽ ബേസിക്കായുള്ള 4-5 കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം വാർഷിപ്പാണല്ലേ. എന്താണ് വാർഷിപ്പ് എന്ന കാര്യം നമ്മൾ നോക്കണം. പേര് തന്നെ ഉണ്ട്, വാർ ഷിപ്പാണല്ലേ. ഈ ഒരു ടേം നമ്മളിങ്ങനെ എടുത്താൽ എന്താണ്, വാർ, യുദ്ധക്കപ്പലുകൾ എന്ന രീതിയിൽ നമ്മൾ പറയും വാർഷിപ്പ്. സോ അതിൻ്റെ ദൗത്യം എന്താണ്, യുദ്ധം വരുന്ന സമയത്ത് ഇന്ത്യക്ക് വേണ്ടി സജ്ജരാവുക എന്നതാണ് വാർഷിപ്പിന്റെ ദൗത്യം. എ വാർഷിപ്പ് ഇസ് എ പർട്ടിക്കുലർ കാറ്റഗറി ഓഫ് നേവൽ ഷിപ്പ് മെയിൻലി യൂസ്ഡ് ഫോർ വാർഫെയർ ആൻഡ് കോമ്പാറ്റ്. നമ്മുടെ ഇന്ത്യയുടെ പ്രതിരോധത്തിനും യുദ്ധം വരുന്ന സമയത്ത് എന്താണ് മുന്നിൽ നിന്ന് കടൽ മുഖേന നയിക്കാൻ വേണ്ടിയിട്ടാണ് വാർഷിപ്പ് വരുന്നത്. ദ നേവി ആൻഡ് കോസ്റ്റ് ഗാർഡ് ജനറലി യൂസ് ദം ഫോർ ഡിഫൻസ് ഇൻ സീ. അതായത് സിയുമായിട്ട് കടലിൽ എന്താണ്, കടലിലെ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നേവിയും കോസ്റ്റ് ഗാർഡൊക്കെ സ്ഥിരമായിട്ട് ഈ ഒരു വാർഫെയർ വാർഷിപ്സ് ഉപയോഗിക്കാറുണ്ട്. ആ രീതിയിൽ ഓർത്ത് വെക്കണം. ദർ യുണീക് ഫീച്ചേഴ്സ് ഇൻക്ലൂഡിങ് അജിലിറ്റി, സ്പീഡ്, ബെറ്റർ മാനോവറബിലിറ്റി ആൻഡ് റെസിലിയൻസ് അഗെയിൻസ്റ്റ് ഡാമേജ്. ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സാണ് ജസ്റ്റ് പറഞ്ഞത്. ഫീച്ചേഴ്സ് ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. വാർഷിപ്സ് ആർ ഓഫൺ ആംഡ് വിത്ത് അമ്യൂണിഷൻ, മിസൈൽസ്, ഫൈറ്റർ എയർക്രാഫ്റ്റ് ആൻഡ് അതർ ആംസ്. ഈ ഒരു വാർഷിപ്സിൽ എന്താണ്, നമുക്ക് അമ്യൂണിഷൻസും മിസൈൽസ് കൊണ്ടുപോകും, ഫൈറ്റർ എയർക്രാഫ്റ്റ് നമ്മൾ അവിടുന്ന് ലോഞ്ച് ചെയ്യും, അതിനു വേണ്ടിയുള്ള റൺവേ ഒക്കെ ഉണ്ട്. അതുപോലെ മറ്റ് ആംസും കാര്യങ്ങളൊക്കെ എന്താണ് യുദ്ധം വരുന്ന സമയത്ത് നമുക്ക് കൊണ്ടുപോകണമല്ലേ. നമുക്ക് ചെറിയ ബോട്ടിലാക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റില്ല. വളരെ വലിയ രീതിയിലുള്ള 2-3 എയർക്രാഫ്റ്റ് ഒക്കെ ഒരേ സമയം ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വാർഷിപ്സ് ഒക്കെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ദീസ് ആർ ഓൾസോ യൂസ്ഡ് ആസ് ട്രൂപ്പ് കാരിയേഴ്സ് ഇൻ ടൈംസ് ഓഫ് നീഡ്. ആവശ്യമെങ്കിൽ ട്രൂപ്സിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഒരു വാർഷിപ്സ് ഉപയോഗിക്കാറുണ്ട്. സം കോമൺ ടൈപ്പ് ഓഫ് വാർഷിപ്സ് ആർ ഫ്രിഗേറ്റ്സ്, എയർക്രാഫ്റ്റ് കാരിയേഴ്സ്, ഡിസ്ട്രോയേഴ്സ്, കോവേർട്സ്, സബ്മറൈൻ, ആംഫീബിയസ് അസാൾട്ട് ഷിപ്പ് ആൻഡ് ക്രൂയിസർ ഷിപ്പ്. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഫ്രിഗേറ്റ്സിനെ പറ്റി പറയും. അതിൻ്റെ എക്സാമ്പിൾസ് എയർക്രാഫ്റ്റ് കാരിയേഴ്സ്, അതിൻ്റെ എക്സാമ്പിൾസ് ഡിസ്ട്രോയേഴ്സ്, അതിൻ്റെ എക്സാമ്പിൾസ് കോവേർട്സ്, അതിൻ്റെ എക്സാമ്പിൾസ് സാബ്മറൈൻസ്, അതിൻ്റെ എക്സാമ്പിൾസ്. അത്രയും കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും എക്സാമ്പിൾ അടക്കം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോകുന്നതായിരിക്കും. അതിൽ ആദ്യത്തെ കാര്യമാണ് ഫ്രിഗേറ്റ്സ്. നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ കാണാൻ പറ്റും എന്താണ് ഫ്രിഗേറ്റ് എന്ന്. എന്താണ് ഫ്രിഗേറ്റ്? ദീസ് ആർ എ ക്ലാസ് ഓഫ് വാർഷിപ്പ് ദാറ്റ് ആർ യൂഷ്വലി സ്മോൾ ആൻഡ് ഫാസ്റ്റ് കമ്പയറിംഗ് ടു അതർ വാർഷിപ്പ്. ചെറുതും എന്താണ് വളരെ ഫാസ്റ്റായിട്ട് പോകാൻ പറ്റുന്ന വാർഷിപ്പിനാണ് നമ്മൾ ഫ്രിഗേറ്റ്സ് എന്ന പേരിൽ വിളിക്കുന്നത്. മോഡേൺ നേവീസ് യൂസ് ഫ്രിഗേറ്റ്സ് ടു protect other fleet vessels such as merchant ship etc from threats emerging in the sea such as hostile submarine. അതായത് കടൽ കൊള്ളക്കാരും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അല്ലേ. സോ അതിൽ നിന്ന് മെർച്ചന്റ് ഷിപ്പിനെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ വാർഷിപ്പും കൊണ്ട് നമ്മുടെ നേവി നടക്കുന്നത്. ഓക്കെ, മോഡേൺ നേവീസ് യൂസ് ഫ്രിഗേറ്റ്സ് ടു പ്രൊട്ടക്ട് അതർ ഫ്ലീറ്റ് വെസൽസ്. അതുപോലെ തന്നെ മെർച്ചന്റ് ഷിപ്സ് പോലെയുള്ള കാര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, കടൽ കൊള്ളക്കാരെന്നൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ത്രെറ്റിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. ഇന്ത്യൻ നേവി ഹാഡ് 15 ഫ്രിഗേറ്റ്സ്. നിലവിൽ 15 ഫ്രിഗേറ്റ്സ് ഉണ്ട്. ഓഫ് വിച്ച് 3 വെർ ശിവാലി ക്ലാസ്, 6 വെർ തൽവാർ ക്ലാസ്, 3 വെർ ഗോദാവരി ക്ലാസ് ആൻഡ് 3 വെർ ബ്രഹ്മപുത്ര ക്ലാസ്. ഇതിൽ തന്നെ എന്താണ് 15 എന്ന് പറഞ്ഞെങ്കിൽ പോലും നമുക്ക് ആക്റ്റീവായിട്ട് 12 മാത്രമാണ് കാണാൻ പറ്റുന്നത്. The 3 ഗോദാവരി ക്ലാസ് ഫ്രിഗേറ്റ്സ് വെർ ഡീകമ്മീഷൻഡ് റീസെൻ്റ്ലി 3-4 വർഷങ്ങൾക്ക് മുൻപ് ഈ ഒരു ഗോദാവരി ക്ലാസ് ഫ്രിഗേറ്റ്സ് ഡീകമ്മീഷൻ ചെയ്തിട്ടുണ്ട്. അല്ലാതെ 12 ആക്റ്റീവായിട്ട് വരുന്ന ഫ്രിഗേറ്റ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് പരിശോധിക്കണം. ശിവാലിക് ക്ലാസ് ഫ്രിഗേറ്റ്സ് അല്ലേ, ശിവാലിക് ക്ലാസ് ഫ്രിഗേറ്റ്സ് ആണ്. INS ശിവാലിക്, INS സത്പുര, അതുപോലെ INS സഹ്യാദ്രി. ചോദ്യം വരാം, താഴെ പറഞ്ഞാൽ ഏതാണ് ഫ്രിഗേറ്റ് ക്ലാസ് സബ്മറൈൻ എന്ന് പറഞ്ഞിട്ട്, ഫ്രിഗേറ്റ് ക്ലാസ് വാർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് പരീക്ഷയിൽ ചോദ്യം വരാം. ഫ്രിഗേറ്റ് അല്ല, ശിവാലി ക്ലാസ് ഫ്രിഗേറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ട് ചോദ്യം വരാം. സോ അങ്ങനെ വന്നിട്ട് ഓപ്ഷനിൽ എന്താണ് INS ബെത്തുവ, INS തൽവാർ, INS തബാർ, INS സത്പുര എന്ന് പറഞ്ഞാൽ INS സത്പുര എന്ന് പറഞ്ഞാൽ ശിവാലി ക്ലാസ് ഫ്രിഗേറ്റ് ആണ് നമുക്ക് മനസ്സിലാണല്ലേ. സോ ആ കാര്യങ്ങൾ ഓർത്ത് വെക്കണം. തൽവാർ ക്ലാസ് ഫ്രിഗേറ്റ് ഏതൊക്കെയാണ്? INS തൽവാർ, INS തബാർ, INS ത്രിശൂൽ, INS തേഗ്, INS തർക്കാഷ്, INS ത്രിഗന്ധ്. ഈ ഒരു 6 എണ്ണമാണ് തൽവാർ ക്ലാസ് ഫ്രിഗേറ്റ്സ് വരുന്നത്. ശിവാലി ക്ലാസ് ഫ്രിഗേറ്റ്സ് 3 എണ്ണമാണല്ലേ. ഇനി ബ്രഹ്മപുത്ര ക്ലാസ് ഏതൊക്കെയാണ്? INS ബ്രഹ്മപുത്ര, INS ബദ്വ, INS ബിയാസ്.
ബ്രഹ്മപുത്ര ക്ലാസ്. അതിൽ പറയുമ്പോൾ തന്നെ എന്താണ്, 3 നദികളുടെ പേരാണ് ആ രീതിയിലാണ് വന്നിട്ടുള്ളത്. സോ ബ്രഹ്മപുത്ര ക്ലാസ് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് നദികളുടെ പേര് നമ്മൾ തപ്പിയാൽ മതി. ഗോദാവരി ക്ലാസ്സിൽ വരുന്നത് INS ഗോദാവരി, ഗംഗ, ഗോമതി. ഇതും നദികളുടെ പേര് തന്നെയാണ്, ബട്ട് ഡീകമ്മീഷൻ ചെയ്തിട്ടുണ്ട്. സോ 15 നിന്ന് 3 ഡീകമ്മീഷൻ ചെയ്തുകൊണ്ട് നിലവിൽ ആക്റ്റീവായിട്ട് 12 ഫ്രിഗേറ്റ്സ് ആണ് വരുന്നത്. ആ ഒരു 12 കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കണം. നെക്സ്റ്റ് എന്താണ്, എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ആണല്ലേ. ഇത്തരം വാർഷിപ്സിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട, നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇവിടെ എന്താണ്, നമുക്ക് എയർക്രാഫ്റ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലേ, എയർക്രാഫ്റ്റിന് റൺവേ വരെ ഇവിടെ കാണാൻ പറ്റും. എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ആർ യൂണിക് കൈൻഡ് ഓഫ് വാർഷിപ്പ് ദാറ്റ് സെർവ് ആസ് ആൻ എയർ ബേസ് ഓൺ ദ സീ. സീയിൽ എന്താണ് എയർ ബേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമല്ലേ. നമുക്ക് പലപ്പോഴും നേരിടുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു എയർക്രാഫ്റ്റ് ഒക്കെ നമ്മൾ വാറിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ എയർക്രാഫ്റ്റുകൾ എന്താണ്, വളരെയധികം ദൂരം അതിന് പറക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്ധനം ലഭ്യമാവില്ല. അതായത് ത്രെട്ട് നടക്കുന്നത് നമ്മുടെ കരയിൽ നിന്ന് ഏതാണ്ട് ഒരു 50 കിലോമീറ്റർ ദൂരം അല്ലെങ്കിൽ അത്രയും ദൂരമാണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു എയർക്രാഫ്റ്റിന് പറക്കാൻ വേണ്ടിയുള്ള ഇന്ധനം, പോയി വരാൻ വേണ്ടിയുള്ള ഇന്ധനം, നമുക്ക് എന്തായാലും കടലിൽ പോയിട്ട് അവിടുന്ന് എന്താണ് ഇന്ധനം നിറയ്ക്കാനുള്ള സെറ്റപ്പ് ഒന്നും എന്തായാലും കടലിൽ ഉണ്ടാവില്ല. ചിലപ്പോൾ പോയി വരാനുള്ള ആകെ 20 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടിയുള്ള ഇന്ധനം മാത്രമേ, ആ ഒരു കപ്പാസിറ്റി മാത്രമേ താങ്ങാൻ വേണ്ടി എയർക്രാഫ്റ്റിന് പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ എന്താണ്, കടലിൽ നിന്ന് ഈ ഒരു ത്രെട്ടുള്ള സ്ഥലത്തേക്ക് പറന്നെത്താനുള്ള സമയവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇതുപോലെ എയർക്രാഫ്റ്റ് നമ്മൾ നിർമ്മിക്കും അല്ലേ. എന്നിട്ട് ഈ ഒരു എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ആ ഒരു എയർക്രാഫ്റ്റും വഹിച്ചിട്ട് ആ ത്രെട്ടിന് എന്താണ് 1-2 കിലോമീറ്റർ അകലെ നിന്ന് അല്ലെങ്കിൽ ഇതിന് പറക്കാൻ പറ്റുന്ന അകലെ നിന്ന് ഈ ഒരു എയർക്രാഫ്റ്റ് ലോഞ്ച് ചെയ്യാൻ നമ്മൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്താണ്, നമുക്ക് കരയിൽ നിന്ന് ഇത്ര ദൂരം പറന്നിട്ട് ഇന്ധനം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല അല്ലേ. സോ അതിന് വേണ്ടിയിട്ടാണ് എയർക്രാഫ്റ്റ് കാരിയേഴ്സ് കൊണ്ടുവന്നത്. എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ആർ യുണീക് കൈൻഡ് ഓഫ് വാർഷിപ്പ് ദാറ്റ് സെർവ് ആസ് എയർ ബേസ് ഇൻ ദ സീ. സീയിൽ ഒരു എയർ ബേസ് പോലെ ഈ ഒരു എയർക്രാഫ്റ്റിന് പറക്കാനുള്ള റൺവേ ഉള്ള എയർ ബേസ് പോലെ സീയിൽ പ്രവർത്തിക്കുന്നു. അല്ലാതെ നമുക്ക് കടലിന് റൺവേ ആയിട്ട് കൊണ്ടുവരാൻ പറ്റില്ല അല്ലേ. ദീസ് ഷിപ്സ് ഹാവ് ഫുൾ ലെങ്ത് ഫ്ലൈറ്റ് ഡെക്ക് ഇതിന് ലഭ്യമായിരിക്കും. അതായത് റൺവേ പോലുള്ള ഈ ഒരു സെറ്റപ്പ് ഫുൾ ലെങ്ത്തിൽ നമുക്ക് ലഭ്യമായിരിക്കും. എത്ര മീറ്റർ വേണം അതിന് കണക്കായിട്ട് ആ ഒരു ലെങ്ത് ഉണ്ടായിരിക്കും. ദേ ഓൾസോ ഫെസിലിറ്റീസ് ഫോർ ക്യാരിങ്, ഡിപ്ലോയിങ്, ആർമിങ് ആൻഡ് റിക്കവറിങ് എയർക്രാഫ്റ്റ്. ഈ ഒരു എയർക്രാഫ്റ്റ് ക്യാരി ചെയ്യാനും ഡിപ്ലോയ് ചെയ്യാനും ആംസ് നിറയ്ക്കാനും റിക്കവർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഒക്കെ എന്താണ്, ഈ ഒരു എയർക്രാഫ്റ്റ് കാരിയേഴ്സിൽ ലഭ്യമായിരിക്കും. ഇറ്റ് ഹെൽപ്സ് a country to deploy its air power anywhere in the world without depending on the land-based air base. അതായത് ഒരു ലാൻഡ് ബേസ്ഡ് എയർ ബേസിൽ നിന്നും ലോഞ്ച് ചെയ്യണം. നമുക്ക് സിമ്പിളാണ്, ലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് എയർ ബേസുകൾ നമുക്ക് ലഭ്യമാണ്. ബട്ട് അവിടുന്ന് നമ്മൾ പറന്നിട്ട് കടലിൽ 50 കിലോമീറ്റർ ദൂരെയാണ് ഈ ഒരു ഇഷ്യൂ നടക്കുന്നതെങ്കിൽ അത്രത്തോളം പറന്നിട്ട് എന്താണ് എയർക്രാഫ്റ്റിന് എത്താൻ വേണ്ടി പറ്റില്ല. ചിലപ്പോൾ 25 കിലോമീറ്റർ പറക്കാനുള്ള ഇന്ധനം മാത്രമേ നമുക്ക് ഉണ്ടാവൂ അല്ലേ. അതിന് മാത്രമേ കപ്പാസിറ്റി ലഭിക്കത്തുള്ളൂ. നമുക്ക് അതിൻ്റെ കപ്പാസിറ്റി കൂട്ടാനും പറ്റില്ല. കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഈ പോകുന്ന ഏതാണ്ട് ഒരു 50 കിലോമീറ്റർ ഉണ്ടെങ്കിൽ 45 കിലോമീറ്റർ എന്ത് ചെയ്യും, ഈ ഒരു എയർക്രാഫ്റ്റ് കാരിയർ വഹിച്ചു കൊണ്ടുപോകും. ബാക്കിയുള്ളത് മാത്രം ഈ ഒരു എയർക്രാഫ്റ്റ് പറന്നാൽ മതി. സോ നമ്മുടെ ഇന്ത്യൻ നേവി എന്ത് ചെയ്യുന്നു, ഇന്ത്യൻ നേവി ഇൻഡയറക്ട്ലി ഇന്ത്യൻ എയർഫോഴ്സിനെ സഹായിക്കുകയാണ്. സോ പ്രധാനമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ INS വിക്രമാദിത്യ അതുപോലെ INS വിക്രാന്ത് അല്ലേ, ആ 2 എയർക്രാഫ്റ്റ് ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. INS വിക്രമാദിത്യ, വിക്രാന്ത് രണ്ടും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. ആ സമയത്ത് ഞാൻ പറയാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഡിസ്ട്രോയേഴ്സ് അല്ലേ. പേര് തന്നെ ഉണ്ട്, ഡിസ്ട്രോയ് എന്ന് പറയുമ്പോൾ എന്താണ്, തകർക്കുക അല്ലേ. ഡിസ്ട്രോയേഴ്സ് ആർ യൂസ്ഡ് ടു എസ്കോർട്ട് അതർ ഗ്രൂപ്പ്സ് ഓഫ് ഷിപ്സ് സച്ച് ആസ് കൺവോയ്, ഫ്ലീറ്റ് ആൻഡ് ബാറ്റിൽ ഗ്രൂപ്പ്. എന്താണ്, എസ്കോട്ട് പോലെ നമ്മൾ സാധാരണ പോകാറുള്ള മുഖ്യമന്ത്രി അല്ലെങ്കിൽ അതുപോലെ മന്ത്രിമാരൊക്കെ പോകുന്ന സമയത്ത് എസ്കോട്ട് പോകും അല്ലേ. സെയിം സാധനങ്ങൾ തന്നെയാണ് ഈ ഒരു എസ്കോട്ടിൻ്റെ ദൗത്യം. എന്താണ്, മുന്നിൽ ത്രെട്ട് വന്നു കഴിഞ്ഞാൽ ത്രെട്ടിനെ ഒഴിവാക്കിയിട്ട് പോവുക, വേണമെങ്കിൽ എന്താണ് അതിന് ഷൂട്ട് ചെയ്തിടുക. അത് തന്നെയാണ് ഡിസ്ട്രോയേഴ്സിൻ്റെ ദൗത്യം. ഡിസ്ട്രോയേഴ്സ് ആർ യൂസ്ഡ് ടു എസ്കോർട്ട് അതർ ഗ്രൂപ്പ്സ് ഓഫ് ഷിപ്സ് സച്ച് ആസ് കോൺവോയ്, fleet or battle group. Destroyers provide them safety against a close range attack. Close range attack വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്ട്രോയേഴ്സ് എന്ത് ചെയ്യും, അതിനെതിരായിട്ട് കൗണ്ടർ അറ്റാക്ക് നടത്തും. These warships are fast, have better maneuverability and higher endurance. Generally, these destroyers are armed with firearms, ammunition and a guided missile system. ഇത്തരത്തിൽ എന്താണ്, ഗൈഡഡ് മിസൈൽ സിസ്റ്റം വരെ ഈ ഒരു ഡിസ്ട്രോയേഴ്സിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. Currently, the Indian Navy operates 11 active guided missile destroyers from 3 different class, namely Kolkata class, Delhi class and Rajput class. അതായത് കൊൽക്കത്ത, ഡൽഹി, രജ്പുത് ക്ലാസ് എന്നീ 3 ഡിഫറെൻറ്റ് ക്ലാസ്സിന് 11ഓളം ആക്റ്റീവ് ഗൈഡഡ് മിസൈൽസ് നമ്മുടെ ഇന്ത്യൻ നേവിക്ക് ഇപ്പോൾ സ്വന്തമായിട്ടുണ്ട്. ആ രീതിയിലൊന്ന് ഓർത്തു വെക്കണം. ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. വിശാഖപട്ടണം ക്ലാസ്, INS വിശാഖപട്ടണം, INS മൊർമഗോ ആണ് ഡൽഹി ക്ലാസ് ഡിസ്ട്രോയേഴ്സിൽ വരുന്നത്. INS ഡൽഹിയും INS മൈസൂരും INS മുംബൈയുമാണ്. കൊൽക്കത്ത ക്ലാസ് ഡിസ്ട്രോയേഴ്സ് INS കൊൽക്കത്ത, കൊച്ചി, ചെന്നൈയാണ്. രജ്പുത് ക്ലാസ് ആണെങ്കിൽ രൺവീർ, രൺവിജയ്, റാണയാണ്. നമ്മൾ പറഞ്ഞത് കൊൽക്കത്ത, ഡൽഹി, രാജ്പുത്ത് ആണല്ലേ. ഇവിടെ വിശാഖപട്ടണം കൂടെ കയറി വന്നിട്ടുണ്ട്. ടോട്ടൽ എത്രയായി, 11 എണ്ണമാണ്, അതാണ് എണ്ണം പറഞ്ഞത്. സോ ആ ഒരു കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കണം. കൂടുതൽ എനിക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. നെക്സ്റ്റ് എന്താണ്, കോർവെറ്റ്സ് ആണല്ലേ. എ കോർവെറ്റ്
is the smallest class of warship that is generally used as fast attack vessel. ഫാസ്റ്റ് അറ്റാക്ക് വെസൽ എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു തരം വാർഷിപ്പാണ്, വളരെ വലുതല്ല, ചെറിയൊരു തരം വാർഷിപ്പാണ് കോവേറ്റ്സ്. These corvettes are usually deployed for anti-submarine operation. എന്താണ് ആൻറ്റി സബ്മറൈൻ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു കോർവെറ്റ് ഉപയോഗിക്കുന്നത്. ഇൻ ടേംസ് ഓഫ് വെയിറ്റ് ദേ ബിലോങ് ടു 500 to 2000 ടൺ കാറ്റഗറി. അതായത് വെയിറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 5000 തൊട്ട് 2000 ടണ്ണ് കാറ്റഗറി വരെ മാത്രമാണ് കോവേറ്റ്സ് വരുന്നത്. ഇന്ത്യൻ നേവിയസ് 5 ക്ലാസ് ഓഫ് കോവേറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. 5 ക്ലാസ് ആണ്. ഒന്നാമത്തേത് കമോട്ട ക്ലാസ് കോർവെറ്റിയാണ്, കോറ ക്ലാസ് കോർവെറ്റി, അതുപോലെ കുക്രി ക്ലാസ് കോർവെറ്റ്, അബേ ക്ലാസ് കോർവെറ്റ്, വീർ ക്ലാസ് കോർവെറ്റ്. ഇതാണ് ഇന്ത്യയുടെ 5 ക്ലാസ് കോർവെറ്റ് എന്ന് പറയുന്നത്. അതിൽ കമോറ്റ ക്ലാസ് കോർവെറ്റിൽ INS കമോട്ട, INS കദ്മത്ത്, INS കിൽത്താന, INS കവരത്തി, ഈ 4 എണ്ണമാണ് വരുന്നത്. ഇനി കോറ ക്ലാസ് കോർവെറ്റിൽ INS കോറ, INS കിർച്ച്, INS കുളിഷ്, INS കർമുക്കാണ്, 4 എണ്ണമാണ്. അതുപോലെ കുക്രി ക്ലാസ് കോർവെറ്റിൽ INS കുത്താറ്, INS കൃബൻ, INS കഞ്ചർ, 3 എണ്ണമാണ്. ഇനി അബേ ക്ലാസ്സിൽ INS അഭയാണ്. വീർ ക്ലാസ് കോർവെറ്റിൽ INS വിഭുക്തി, അതുപോലെ INS വിപുല്, INS വിനാശ്, INS വിദ്യുത്ത്, INS നാശക്, INS പ്രളയ, INS പ്രബലാണ്. ഇത്രയുമാണ് വരുന്നത്. ആ ഒരു കാര്യം കൂടെ ഓർത്തു വെക്കണം. ഇനി നോക്കാനുള്ളത് എന്താണ്? സബ്മറൈൻസ് ആണ് അല്ലേ. ഫിഗറിൽ കാണാൻ പറ്റും എന്താണ് സബ്മറൈൻസ് ആണ്. മറൈനിൽ എന്താണ് പകുതി മാത്രം പൊങ്ങി നിൽക്കുന്ന കാര്യങ്ങളാണ്, ബാക്കി എന്താണ് അടിയിലാണ് ഉണ്ടാവുക അല്ലേ. ദീസ് ആർ പർട്ടിക്കുലർ ക്ലാസ് ഓഫ് വാർഷിപ്പ് ദാറ്റ് ഓപ്പറേറ്റ് ഫ്രം അണ്ടർ സീ. കടലിൻ്റെ അടിയിൽ നിന്നാണ് ഈ ഒരു സബ്മറൈൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദീസ് വർ ഫസ്റ്റ് ഡെവലപ്ഡ് ഡ്യൂറിങ് ദ ഫസ്റ്റ് വേൾഡ് വാർ. അതായത് കടലിൻ്റെ അടിയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള സബ്മറൈൻസ് ആദ്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് ഫസ്റ്റ് വേൾഡ് വാർ സമയത്താണ്. ജർമ്മനി യൂസ്ഡ് ദം ടു ഡിസ്ട്രോയ് ദർ എനിമി ഷിപ്സ് സെയിലിംഗ് ഓൺ ദ സർഫേസ്. അതായത് സർഫേസിലേക്ക് എന്താണ് ഇത്തരത്തിൽ അവരുടെ എനിമി ഷിപ്സ് വന്നു കഴിഞ്ഞാൽ അതിന് ഈ ഒരു കടലിൻ്റെ അടിയിൽ നിന്ന് വെടിവെച്ച് തീർക്കാൻ വേണ്ടിയിട്ട് ജർമ്മനിയാണ് ഉപയോഗിച്ചത്. ദീസ് സബ്മറൈൻസ് യൂസ് എ സ്പെഷ്യൽ വെപ്പൺ കോൾഡ് ടോർപെഡോ. നമ്മുടെ ഇന്ത്യക്കായിട്ട് ബന്ധപ്പെട്ട് ടോർപെഡോസ് വരുന്നുണ്ട്. എ സെൽഫ് പ്രൊപ്പലിംഗ് അണ്ടർ വാട്ടർ മിസൈൽ, ഒരു സെൽഫ് പ്രൊപ്പലിംഗ് അണ്ടർ വാട്ടർ മിസൈലായിട്ടുള്ള ടോർപെഡോസ് എന്ന പേരിൽ വിളിക്കും. അതാണ് പ്രധാനമായുള്ള സബ്മറൈൻസിന്റെ ഫീച്ചർ അല്ലെങ്കിൽ വെപ്പൺ എന്ന് പറയുന്നത്. സബ്മറൈൻസ് പ്ലേഡ് ആൻ എസെൻഷ്യൽ റോൾ ഇൻ വേൾഡ് വാർ 2 ഓൾസോ. 2ാം ലോകമഹായുദ്ധത്തിലും ഈ ഒരു സബ്മറൈൻസ് കാര്യമായുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. സബ്മറൈൻ വെർ ഫസ്റ്റ് ഇൻവെന്റഡ് ബൈ എ ഡച്ച് ഇൻവെന്റർ നെയ്മഡ് കോർണലിസ് ഡ്രബൽ ഇൻ ദ ഏർലി 17th century CE. കോർണലിസ് ഡ്രബൽ ആണ് ആദ്യമായിട്ടൊരു സബ്മറൈൻ കണ്ടുവച്ചത്. പ്രധാനമായിട്ട് നമ്മുടെ ഇന്ത്യയുടെ സബ്മറൈൻ കാൽവരി ക്ലാസ് സബ്മറൈൻ ഉണ്ട്, അതുപോലെ ശിശുമാർ ക്ലാസ് സബ്മറൈൻ ഉണ്ട്, അതുപോലെ സിന്ധുഘോഷ് ക്ലാസ് ഉണ്ട്. ഏതൊക്കെയാണ് കാൽവരി ക്ലാസ് എന്ന് നോക്കാം. INS വാഗീർ, INS കാൽവരി, INS കന്തേനി, INS കറഞ്ച്, INS വേല. ഇനി ശിശുമാർ ക്ലാസ് വരുന്നത് ഡീസൽ ഇലക്ട്രിക് സബ്മറൈൻസ് ആണ്. INS ശിശുമാർ, INS സങ്കുഷ്, INS ശൽഖി, INS ശങ്കുല്. ഓക്കെ, ആ രീതിയിൽ ഓർത്തു വെക്കണം. ഇനി സിന്ധുഘോഷ് ഏതൊക്കെയാണ്? INS സിന്ധുഘോഷ്, INS സിന്ധുരാജ്, INS സിന്ധുരത്ന, INS സിന്ധു കേസരി, INS സിന്ധു കീർത്തി, INS സിന്ധു വിജയ്, INS സിന്ധു ശാസ്ത്ര. ഓക്കെ, എല്ലാം സിന്ധു തന്നെ വരുന്നതാണല്ലേ. ആ രീതിയിലൊന്ന് ഓർത്തു വെക്കണം. ഇനി നമ്മൾ ഈ പറഞ്ഞ സബ്മറൈനിലൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമല്ലേ. ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. നമ്മൾ നേരത്തെ പറയുമ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ പറയേണ്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് എയർക്രാഫ്റ്റ് കാരിയേഴ്സ് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയും എന്ന രീതിയിൽ, എടുത്ത് തന്നെ പറയും എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് INS വിക്രമാദിത്യയെ കുറിച്ചാണ്. എക്സാം പോയിന്റ് ഓഫിൽ INS വിക്രമാദിത്യയായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, INS വിക്രമാദിത്യ ബിഗാൻ ലൈഫ് ആസ് ബാക്കു ഇൻ 1987. 1987 ബാക്കു എന്ന പേരിലാണ് ഇത് ആരംഭിക്കുന്നത്. ആക്ച്വലി ഇത് ആരുടെ കയ്യിൽ നിന്നാണ് വരുന്നത്? റഷ്യയുടെ കയ്യിൽ നിന്നാണ്. ഓക്കെ, 1987 ബാക്കു എന്ന പേരിൽ തുടക്കം കുറിക്കുന്നു ഈ ഒരു INS വിക്രമാദിത്യയുടെ ആദ്യകാല രൂപം. പിന്നീട് എന്താണ് 1991 സമയത്ത് അഡ്മിറൽ ഗോർഷ്കോവ് എന്ന രീതിയിൽ അതിന് പേര് മാറ്റി. അഡ്മിറൽ ഗോർഷ്കോവ് എന്ന രീതിയിൽ പേര് മാറ്റി റീനെയിംഡ് ആസ് അഡ്മിറൽ ഗോർഷ്കോവ് ഇൻ 1991. റഷ്യൻ വിൽട്ട് അഡ്മിറൽ ഗോർഷ്കോവ് എൻറ്റേർഡ് ഇൻ ടു ഇന്ത്യൻ നേവി ആസ് INS വിക്രമാദിത്യ സോൾട്ടോ ഇന്ത്യ 2004. 2004 INS വിക്രമാദിത്യ ഇന്ത്യയിലേക്ക് വരുന്നത്. തുടക്ക കാലഘട്ടത്തിൽ 1987 പേര് ബാക്കു എന്നും പിന്നീട് അഡ്മിറൽ ഗോർഷ്കോവ് എന്ന രീതിയിലും 1991 മാറിയല്ലേ. 2004 ഇന്ത്യ $2.3 billion റഷ്യയിൽ നിന്ന് ഇത് വാങ്ങുന്നത്. വിക്രമാദിത്യ വാസ് അക്വയർഡ് ഫ്രം റഷ്യ for $2.3 billion. Commissioned on 16th November 2013 at a ceremony held in Russia. റഷ്യയിൽ വെച്ച് നടന്ന ഒരു ചടങ്ങിൽ 2013 നവംബർ 16 അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള AK ആന്റണി, ഓൾറെഡി പറഞ്ഞു ലോങ്സ്റ്റ് സെർവിംഗ് ഡിഫൻസ് മിനിസ്റ്റർ AK ആന്റണി ആണല്ലേ.
അദ്ദേഹമാണ് ഇത് കമ്മീഷൻ ചെയ്യുന്നത്. ഇന്ത്യയുടെ ബിഗ്ഗസ്റ്റ് ഷിപ്പ് എയർക്രാഫ്റ്റ് കാരിയറൊക്കെ ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ INS വിക്രമാദിത്യ. ഫോർമലി ഇൻഡക്റ്റഡ് ഇൻ ടു ഇന്ത്യൻ നേവി ബൈ നരേന്ദ്രമോദി ഇൻ 2014. 2014 നരേന്ദ്രമോദി സർക്കാരാണ് ഇതിനെ പിന്നീട് ഫോർമലി ഇന്ത്യൻ നേവിയിലേക്ക് ഇൻഡക്റ്റ് ചെയ്തത്. ഇറ്റ് ക്യാൻ ക്യാരി ഓവർ 30 എയർക്രാഫ്റ്റ് കംപ്രൈസിംഗ് ഓഫ് MiG-29Ks, Kamov 28s, Kamov 31s, ALS ധ്രുവ് ആൻഡ് ചേതക് ഹെലികോപ്റ്റേഴ്സ്. മെയിനായിട്ട് ഇതിന് 30 എയർക്രാഫ്റ്റേഴ്സ് വരെ ക്യാരി ചെയ്യാൻ പറ്റും. MiG-29Ks, അതുപോലെ Kamov 28s, അതുപോലെ Kamov 31s, ALS ധ്രുവ്, ചേതക് ഹെലികോപ്റ്റേഴ്സ്, ഇതിനൊക്കെ ക്യാരി ചെയ്യാൻ വേണ്ടിയുള്ള കപ്പാസിറ്റി ഈ ഒരു വിക്രമാദിത്യക്ക് ഉണ്ടല്ലേ. ഇറ്റ് ഈസ് ബേസ്ഡ് അറ്റ് ഹോം പോർട്ട് കാർവാർ ഇൻ കർണാടക. ചോദിക്കാറുണ്ട് ഇതിൻ്റെയൊക്കെ ഹോം ബേസ് എവിടെയാണെന്ന രീതിയിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. കാർവാറാണ്, കർണാടകയിൽ കാർവാറാണ് പ്രീവിയസ് ഒരു ചോദ്യമാണ്. അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ATM വാസ് ഓപ്പൺ ഓൺ ബോർഡ് വിക്രമാദിത്യ ഓൺ 21 July 2017, മേക്കിംഗ് ദ ഫസ്റ്റ് ഇന്ത്യൻ നേവി ഷിപ്പ് ടു ഹാവ് എൻ ATM. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ നേവി ഷിപ്പിൽ ATM സ്ഥാപിക്കുന്നത്. 2017 ജനുവരി 21 SBIയുടെ ഒരു ATM ഈ ഒരു വിക്രമാദിത്യ ഷിപ്പിൽ ആരംഭിച്ചതോടുകൂടെ ഇന്ത്യൻ നേവി ഷിപ്പിൽ ആദ്യമായിട്ടൊരു ATM സ്ഥാപിച്ചു എന്ന പ്രത്യേകത കൂടെ വിക്രമാദിത്യ സ്വന്തമാക്കിയല്ലേ. നെക്സ്റ്റ് INS വിരാട്ടാണ്. INS വിരാട്ടുമായിട്ട് ബന്ധപ്പെട്ടും എക്സാം പോയിന്റ് ഓഫ് വ്യൂ പല ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. INS വിരാട് വാസ് കമ്മീഷൻ ഇൻ ടു ഇന്ത്യൻ നേവി ഓൺ 12th May 1987. 1987 മെയ് 12 ഒഫീഷ്യലി INS വിരാട്ട് ഇന്ത്യൻ നേവിയിലേക്ക് കമ്മീഷൻ ചെയ്യപ്പെടുന്നത്. ഒറിജിനലി ഇത് ബ്രിട്ടീഷ് റോയൽ നേവി എന്ന രീതിയിൽ 1959 HMS ഹേംസ് എന്ന പേരിലാണ് അവർ കൊണ്ടുവരുന്നത്. ഇറ്റ് വാസ് ഒറിജിനലി കമ്മീഷൻ ബൈ ദ ആരാണ്? ബ്രിട്ടീഷ് റോയൽ നേവി ആണല്ലേ. ബ്രിട്ടീഷ് റോയൽ നേവിയാണ്. HMS ഹേമസ് എന്ന പേരിൽ 1959 അവരെ ഒഫീഷ്യലി കമ്മീഷൻ ചെയ്തു. പിന്നീടാണ് ഇന്ത്യൻ നേവിയിലേക്ക് ഇത് വരുന്നത്. ഷി വാസ് ഓൾഡസ്റ്റ് എയർക്രാഫ്റ്റ് കാരർ ഇൻ ദ സർവീസ് ഇൻ ദ വേൾഡിൽ. ഈ ഒരു ലോകത്ത് ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും പഴക്കം ചെന്ന എയർക്രാഫ്റ്റ് കാരിയർ എന്ന പ്രത്യേകത കൂടെ INS വിരാടിന് ഉണ്ടായിരുന്നു. ഇവിടെ ഷീ എന്ന് പറയാനുള്ള ടേം ഉപയോഗിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പൊതുവെ ഈ ഒരു കപ്പലുകളെ, ഷിപ്പുകളെയൊക്കെ അവൾ എന്ന രീതിയിലാണ്, ഷീ എന്ന രീതിയിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലെ ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പം അവിടെ എന്താണ്, ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ ഷീ എന്ന രീതിയിൽ, അവൾ എന്ന രീതിയിലാണ് കപ്പലുകളെ വിളിക്കുന്നത്. ഓക്കെ, 2017 ഇത് ഡീകമ്മീഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദ ഡിസിഷൻ ടു സ്ക്രാപ്പ് INS വിരാട് വാസ് ടേക്കൺ ഇൻ 2019. 2019 ഇത് എന്താണ് സ്ക്രാപ്പ് ആക്കാൻ, അലാങ്കിലൊക്കെ വെച്ചിട്ട് ഇത് പൊളിക്കാൻ വേണ്ടി 2019 തീരുമാനിച്ചു. ദ INS വിരാട് വാസ് ദ ലാസ്റ്റ് ബ്രിട്ടീഷ് ബിൽഡ് ഷിപ്പ് സർവിങ് ഇൻ ദ ഇന്ത്യൻ നേവി. ഇന്ത്യൻ നേവിയിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ലാസ്റ്റ് ബ്രിട്ടീഷ് ബിൽഡ് ഷിപ്പ് കൂടിയായിരുന്നു INS വിരാട്ട്. വിരാട്ട് പ്ലേഡ് എ മേജർ റോൾ ഇൻ ഓപ്പറേഷൻ ജൂപ്പിറ്റർ ഇൻ 1989 ഡ്യൂറിംഗ് ദ ശ്രീലങ്കൻ പീസ് കീപ്പിംഗ് ഓപ്പറേഷൻ. 1989 നടന്ന ശ്രീലങ്കൻ പീസ് കീപ്പിംഗ് ഓപ്പറേഷൻ, അതായത് ഓപ്പറേഷൻ ജൂപ്പിറ്ററിൽ. അതുപോലെ തന്നെ ഓപ്പറേഷൻ പരാക്രം 2001, 2002 അല്ലേ. പോസ് ടെററിസ്റ്റ് അറ്റാക്ക് ഓൺ പാർലമെന്റ് ടെററിസ്റ്റ് അറ്റാക്കിന് ശേഷം നടന്ന ഓപ്പറേഷൻ പരാക്രം 2001, 2002 INS വിരാട്ട് കാര്യമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൂടെ ഓർത്തു വെക്കണം. INS വിരാട് ഹോൾഡ്സ് എ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഫോർ ബീങ് ദ ലോങ്സ്റ്റ് സർവിംഗ് വാർഷിപ്പ് ഓഫ് ദ വേൾഡ്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ലോങ്സ്റ്റ് സർവിംഗ് വാർഷിപ്പ് ഓഫ് ദ വേൾഡ് എന്ന പ്രത്യേകത, ഏറ്റവും കൂടുതൽ കാലം വാർഷിപ്പായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഷിപ്പ് എന്ന പ്രത്യേകത INS വിരാട്ടിനുണ്ട്. ദ ഇൻഡിജീനിയസ് അഡ്വാൻസ് ലൈറ്റ് ഹെലികോപ്റ്റർ ധ്രുവ് ആൻഡ് ദ റഷ്യൻ ട്വിൻ റോട്ടർ Kamov 31 ഹാവ് ഓൾസോ ഓപ്പറേറ്റഡ് ഫ്രം ദ ഷിപ്പ്. ഈ ഒരു ഷിപ്പിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത പ്രധാനപ്പെട്ട നമ്മുടെ ഹെലികോപ്റ്റേഴ്സാണ് ധ്രുവും കാര്യങ്ങളൊക്കെ അല്ലേ. ധ്രുവ് അതുപോലെ തന്നെ Kamov 31 ഇതൊക്കെ ഇതിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത ഹെലികോപ്റ്റേഴ്സ് ആയിരുന്നു. ദ വെസൽസ് ഡീകമ്മീഷൻ സെറിമണി ഇൻ മുംബൈ വാസ് അറ്റൻഡ് ബൈ മെനി ഓഫീസേഴ്സ് ഫ്രം ദ UK ആസ് വെൽ. ബ്രിട്ടീഷുകാരായുള്ള ഒരുപാട് ഓഫീസേഴ്സും ഇതിൽ ഭാഗമായിട്ടുണ്ടായിരുന്നു. കറന്റ് ദ നേവീസ് ചീഫ് എയർക്രാഫ്റ്റ് കാരിയർ ഈസ് INS വിക്രമാദിത്യ. നിലവിലെ INS വിക്രമാദിത്യയാണ് നമ്മുടെ മെയിനായിട്ടുള്ള എയർക്രാഫ്റ്റ് കാരിയർ എന്ന രീതിയിൽ നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് എന്താണ്? INS വിക്രാന്ത് ആണല്ലേ. ദ INS വിക്രാന്ത് ഈസ് ദ 44,000 ton ഇൻഡിജീനിയസ് എയർക്രാഫ്റ്റ് കാരിയർ is the first to be designed and constructed in India. വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യമാണ്. 44,000 ടണ്ണ് വരുന്ന ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് ഡെവലപ്പ് ചെയ്ത, ഡിസൈനും ഡെവലപ്പും ചെയ്ത ആദ്യത്തെ ഷിപ്പാണ്, എയർക്രാഫ്റ്റ് കാരിയറാണ് INS വിക്രാന്ത്. ന്യൂസിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും അല്ലേ. എന്താണ് വിക്രാന്തിൻ്റെ മീനിങ്? കറേജസ് എന്നാണ് വിക്രാന്തിൻ്റെ മീനിങ്. ഇറ്റ് ഈസ് നെയ്മഡ് ആഫ്റ്റർ ഇന്ത്യസ് ഫസ്റ്റ് എയർക്രാഫ്റ്റ് കാരിയർ ബോട്ട് ഫ്രം UK ആൻഡ് കമ്മീഷൻ ഇൻ 1961. 1961 കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ ആദ്യത്തെ എയർക്രാഫ്റ്റിന്റെ പേരിൽ നിന്നുമാണ് വിക്രാന്ത് എന്ന് പറഞ്ഞ പേര് നമ്മൾ നൽകിയത്. INS വിക്രാന്ത് വാസ് ഇന്ത്യസ് ഫസ്റ്റ് എയർക്രാഫ്റ്റ് കാരിയർ വിച്ച് ഈസ് അക്വേർഡ് ഫ്രം യുണൈറ്റഡ് കിങ്ഡം ഇൻ 1961. ഇറ്റ് പ്ലേഡ് എ കീ റോൾ ഇൻ 1971 വാർ വിത്ത് പാകിസ്ഥാൻ.
വിച്ച് ലെഡ് ദ ക്രിയേഷൻ ഓഫ് ബംഗ്ലാദേശ്. ഓക്കെ, ബംഗ്ലാദേശ് ലിബറേഷൻ വാർ അതിലേക്കൊക്കെ നയിച്ച അതിലൊക്കെ ഭാഗമായുള്ളതാണ് INS വിക്രാന്ത്. ഇറ്റ് വാസ് ഡീകമ്മീഷൻ 1997, 1997 ഡീകമ്മീഷൻ ചെയ്തത്. നൗ ഇന്ത്യസ് ഫസ്റ്റ് ഹോം മെയ്ഡ് എയർക്രാഫ്റ്റ് കാരിയർ വിൽ കാരി ദ നെയിം ഓഫ് ഇലിയോറിയസ് പ്രെഡിസിസർ. അതായത് ഇതിൻ്റെ മുൻഗാമിയുടെ പേരിൽ തന്നെ INS വിക്രാന്ത് എന്ന രീതിയിൽ അറിയപ്പെടുന്നു. റീസെൻ്റ് ആയിട്ട് ഇനോഗ്രേറ്റ് ചെയ്ത കാര്യമൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലേ. വിത്ത് ദ കമ്മീഷനിങ് ഓഫ് INS വിക്രാന്ത്, ഇന്ത്യ വിൽ ഹാവ് 2 ഓപ്പറേഷണൽ എയർക്രാഫ്റ്റ് കാരിയേഴ്സ്. ഏതൊക്കെയാണ്? INS വിക്രമാദിത്യയും അതുപോലെ INS വിക്രാന്തും. വിത്ത് വിക്രാന്ത് ദ കൺട്രി ജോയിൻസ് എ ബാൻഡ് ഓഫ് നേഷൻസ് ദാറ്റ് ഹാവ് ഡെമോൺസ്ട്രേറ്റഡ് സച്ച് കാപ്പബിലിറ്റി വിത്ത് മേജർ കൺട്രീസ് ലൈക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, റഷ്യ, ഇറ്റലി ആൻഡ് ചൈന. ഇന്ത്യ കൂടാതെ ഇത്രയും രാജ്യങ്ങളാണ് സ്വന്തമായിട്ട് ഡിസൈനും അതുപോലെ കൺസ്ട്രക്റ്റും ചെയ്ത എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഉള്ളത്. 2022 സെപ്റ്റംബർ 2 ഒഫീഷ്യലായിട്ട് കമ്മീഷൻ ചെയ്യുന്ന നമ്മുടെ കറണ്ട് അഫെയറിൽ ആ ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. നെക്സ്റ്റ് എന്താണ്? INS അരിഹന്ത് ആണല്ലേ. ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജീനിയസ്ലി കൺസ്ട്രക്റ്റഡ് ന്യൂക്ലിയർ സബ്മറൈൻ ആണ് INS അരിഹന്ത്. ഇറ്റ് വാസ് ഡിസൈൻഡ് ഇൻ 1990s, 1990 കാലഘട്ടങ്ങളാണ് INS അരിഹന്ത് ഡിസൈൻ ചെയ്യുന്നത്. ആൻഡ് ഇസ് ഡെവലപ്മെന്റ് പ്രൊജക്ട് വാസ് ഒഫീഷ്യലി അക്നോളജ് ഇൻ 1998, 1997 ഇതിൻ്റെ ഡെവലപ്മെന്റ് പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഒഫീഷ്യലായിട്ട് വരുന്നത്. ഡിസൈൻ ഈസ് ബേസ്ഡ് ഓൺ റഷ്യൻ അകുല 1 ക്ലാസ് സബ്മറൈൻ. റഷ്യയുടെ അകുല 1 ക്ലാസ് സബ്മറൈനിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നുള്ളത്. അരിഹന്ത് വാസ് ലോഞ്ച്ഡ് ഓൺ 26 ജൂലൈ 2009, ദ ആനിവേഴ്സറി ഓഫ് വിജയ് ദിവസ്, കാർഗിൽ വാർ വിക്ടറി ദിവസ് ബൈ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ്. അന്നത്തെ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ് 2009 ജൂലൈ 26 വിജയ് ദിവസ് കാർഗിൽ വാർ വിക്ടറി ഡേയിലാണ് ഇത് ലോഞ്ച് ചെയ്യേണ്ടായിരുന്നത്. കമ്മീഷൻ ഇൻ ഓഗസ്റ്റ് 2016 ആൻഡ് ഡിപ്ലോയിഡ് ഒഫീഷ്യലി ഇൻ 2018. 2016 കമ്മീഷൻ ചെയ്തു, 2018 അത് ഒഫീഷ്യലി ഡിപ്ലോയും ചെയ്തു അല്ലേ. ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ക്യാരിയിങ് ബാലിസ്റ്റിക് മിസൈൽ വിത്ത് ന്യൂക്ലിയർ വാർ ഹെഡ് കൂടെ ബാലിസ്റ്റിക് മിസൈൽ കൂടെ എന്താണ് ക്യാരി ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉള്ളതാണ് INS അരിഹന്ത്. ആ രീതിയിലൊന്ന് ഓർത്തു വെക്കണം. ഇനി INS വരുണാസ്ത്ര ഓർത്തു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഇൻഡിജീനിയസ് ആൻറ്റി സബ്മറൈൻ ഇലക്ട്രിക് ടോർപെഡോ ഇൻഡക്റ്റഡ് ഇൻ ടു ഇന്ത്യൻ നേവി. ഓൾറെഡി ടോർപെഡോയെ പറ്റി ഞാൻ പറഞ്ഞു അല്ലേ. ഫസ്റ്റ് ഇൻഡിജീനിയസ് ആൻറ്റി സബ്മറൈൻ ഇലക്ട്രിക് ടോർപെഡോ ഇൻഡക്റ്റഡ് ഇന്ത്യൻ നേവി. ടോർപെഡോ സബ്മറൈൻ വെച്ചിട്ടാണ് അതിൻ്റെ വെപ്പൺ എന്ന രീതിയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഡിസൈനർ ആരാണ്? നേവൽ സയൻസ് ആൻഡ് ടെക്നോളജി ലബോറട്ടറി DRDO ഡെവലപ്പ് ചെയ്തത്. മാനുഫാക്ചർ ഭാരത് ഡൈനാമിക് ലിമിറ്റഡ് ആണ്. ഇറ്റ്സ് നെയിംഡ് ആഫ്റ്റർ ലെജൻഡറി വെപ്പൺ ക്രിയേറ്റഡ് ബൈ ഹിന്ദു ഗോഡ് ഓഫ് ഓഷ്യൻസ് വരുണ. ആ രീതിയിലാണ് നമ്മൾ എന്താണ് ഇതിന് വരുണിൻ്റെ അസ്ത്രം എന്ന രീതിയിൽ പേര് നൽകിയത്. ദിസ് ഇൻഡക്ഷൻ വിൽ പുട്ട് ഇന്ത്യ ഇൻ എ ഗ്രൂപ്പ് ഓഫ് ഓൺലി 8 countries that have capability to manufacture heavy weight torpedoes. എന്താണ് ഹെവി വെയിറ്റ് ടോർപെഡോസ് നിർമ്മിക്കാൻ കഴിവുള്ള 8 രാജ്യങ്ങൾ ഒന്ന് നമ്മുടെ ഇന്ത്യയാണ്. ടോർപെഡോ എന്താണ്? ഈസ് എ സിഗ ഷേപ്ഡ് സെൽഫ് പ്രൊപ്പൽഡ് അണ്ടർ വാട്ടർ മിസൈൽ ലോഞ്ച്ഡ് ഫ്രം എ സബ്മറൈൻ. ഓൾറെഡി പറഞ്ഞു, സബ്മറൈനിൽ നിന്ന് ലോഞ്ച് ചെയ്യുന്ന വെപ്പൺ ആണ് ടോർപെഡോ എന്ന് പറഞ്ഞു. സർഫേസ് വെസൽ അല്ലെങ്കിൽ എന്താണ് എയർപ്ലെയിനിൽ നിന്ന് ലോഞ്ച് ചെയ്യാം. ഡിസൈൻഡ് ഫോർ എക്സ്പ്ലോഡിംഗ് അപ്പോൾ കോൺടാക്ട് വിത്ത് ദ ഹൾസ് ഓഫ് സർഫേസ് വെസൽ ആൻഡ് സബ്മറൈൻ. വേറെ സബ്മറൈൻ അല്ലെങ്കിൽ സർഫേസ് വെസലായിട്ട് കൂട്ടിയിടിച്ചാൽ എന്താണ് ഉടനെ ഈ ഒരു ടോർപെഡോ സെൽഫ് എക്സ്പ്ലോഡഡ് ആവും. ആ രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനം വരുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്തു വെക്കണം. എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നേവിയുമായിട്ട് ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യങ്ങളൊക്കെ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ നേവിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതോടുകൂടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള. ഇനി നമുക്ക് പറയാനുള്ളത് ഇന്ത്യൻ എയർഫോഴ്സിനെ കുറിച്ചിട്ടാണല്ലേ. ഇന്ത്യൻ എയർഫോഴ്സിനെ കുറിച്ചുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് പുതിയ ക്ലാസ്സിൽ കാണാം. ഇതുവരെ കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി.